തുടങ്ങാം. അഫി തുടങ്ങാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ എന്നെ അല്ലേ? അല്ല, നീ പറയുന്നത് എനിക്ക് കേട്ടൂടാ. കേൾക്കാം കേൾക്കാം. അത് ഞാൻ അൺമ്യൂട്ട് ചെയ്തായിരുന്നു. കേൾക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള ചരിത്രവും സംസ്കാരവും എന്ന വിഷയം സംസാരിച്ചു വരികയായിരുന്നു, അല്ലെങ്കിൽ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഇന്നതിന്റെ 3ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ഇന്നലെ 2ാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. മൊത്തത്തിൽ 3 ക്ലാസ് കൊണ്ട് തീർക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ വിപുലീകരിച്ച് പറഞ്ഞു വന്നപ്പോൾ അത് നീണ്ടുപോകുന്നതിൽ കേൾവിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല ഇത് അവതരിപ്പിക്കുന്നതിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാലും നാളെ ഇപ്പോ നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികമായതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു പ്രത്യേക പ്രഭാഷണം വച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞു നിർത്തുന്നതിന്റെ തുടർച്ചയായിട്ടായിരിക്കും നാളെ ആ പ്രഭാഷണവും വരുന്നത്. അതിനുശേഷവും സ്വാതന്ത്ര്യ അനന്തര കാലത്തെ കേരളത്തെ കുറിച്ചുള്ള ഒരു അവതരണവും കൂടി നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കേരള ചരിത്രത്തെ സംബന്ധിച്ച് ഏകദേശ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കാനാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 1ഓ 2ഓ ക്ലാസ്സുകൾ കൂടി ഇതിനെ സംബന്ധിച്ച് വേണ്ടി വരും. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ കേരളത്തിൽ പൊതുവിലും തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും ഉണ്ടായ ചില സംഭവ വികാസങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിൽ തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. മലബാറിൽ ടിപ്പുവിന്റെ പടയോട്ടം അവസാനിച്ച് ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുത്ത് അവിടെ പഴയ നാടുവാഴികളെ പെൻഷൻ നൽകി, മാലിഖാൻ നൽകി അധികാരഭ്രഷ്ടരാക്കുകയും എന്നാൽ ജന്മിമാരെയും ഭൂസ്വാമിമാരെയും തങ്ങളുടെ പഴയ അവകാശങ്ങൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത് ഒരു പ്രത്യേക പ്രതിസന്ധി അവരുടെ കർഷകരുടെ മേൽ ഉണ്ടാക്കി വെച്ചു. അത് പിന്നീട് കർഷക കലാപങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തിരുക്കൊച്ചി സംസ്ഥാനത്താകട്ടെ ബ്രിട്ടീഷ് ഭരണം ഉറപ്പിക്കുകയും സാമന്ത പദവിയിലേക്ക് രാജ്യങ്ങളെ തള്ളി നീക്കുകയും ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായി, റെസിഡന്റുമാരായി ചില ഉദ്യോഗസ്ഥന്മാരെ തുടർച്ചയായി 1947 ഇന്ത്യൻ യൂണിയൻ ലയിക്കാനായിട്ട് ഈ നാട്ടുരാജ്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ റെസിഡന്റ് എന്ന പേരിൽ ഇവിടെ പാർപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ എന്ന് പറയാനാവില്ലെങ്കിലും ശ്രദ്ധേയനായ ഒരു റെസിഡന്റ് ആയിരുന്നു കേണൽ മൺറോ. അദ്ദേഹം തുടങ്ങി വെച്ച ചില പരിഷ്കാരങ്ങളെ സംബന്ധിച്ച്, ആധുനികവൽക്കരണത്തെ സംബന്ധിച്ചൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അതിന്റെ പ്രതികരണവും കൂടിയായിട്ടായിരുന്നു, അതിന്റെ ഫലം കൂടിയായിട്ടാണ് തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ കലാപം എന്ന പേരിൽ ഒരു പൗരാവകാശ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് പൗരാവകാശം ഒന്നും ആരും കരുതിയിരുന്നില്ല. പിന്നീടാണ് പൗരാവകാശത്തെ സംബന്ധിച്ച ബോധമുണ്ടാകുമ്പോൾ ലിബറൽ ആശയങ്ങൾ അല്ലെങ്കിൽ ഉദാരതാ സംബന്ധമായ ചില ആശയങ്ങൾ പൊന്തിവരുമ്പോഴാണ് ആ പ്രക്ഷോഭങ്ങൾ പൗരാവകാശ പ്രക്ഷോഭങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അത് 1-2 കാര്യങ്ങൾ ഞാൻ ആനുഷംഗികമായിട്ട് പറഞ്ഞിരുന്നു. അത് 1818 ഒരു പാട്ട വിളംബരവും, അതനുസരിച്ച് കൂടുതൽ നിലങ്ങൾ, പുരയിടങ്ങൾ, വനഭൂമി, പുതുവൽ എന്ന പേരിൽ വനഭൂമി, കായൽ പുറമ്പോക്ക് മുതലായ കാര്യങ്ങൾ കൂടുതൽ കർഷകർക്ക് പാട്ടത്തിന് കൊടുത്തു. ആ കർഷകരുടെ കൂട്ടത്തിൽ പിന്നോക്ക ജാതിക്കാരായ ഈഴവരും ചാന്നാന്മാരും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഭൂമി കിട്ടുമായിരുന്നു. 821 മറ്റൊരു പാട്ട വിളംബര പ്രകാരം നേരത്തെ സർക്കാർ വക ഭൂമി പാട്ടത്തിനെടുത്തിരുന്ന കുടിയാന്മാർക്ക് ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചനം കിട്ടി. അവരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നും അവർ പാട്ട കുടിശ്ശിക വരുത്തിയാൽ പിഴ ഈടാക്കാം എന്നുമായിരുന്നു അതിന്റെ ഉത്തരവ്. അതോടൊപ്പം തന്നെ 1806 മുതൽ തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചു വരുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ സംഘടന, ആദ്യത്തെ ആള് റിങ്കിൾതാവ് എന്ന് പറയുന്ന ഒരു പ്രഷ്യൻ പാതിരി ആയിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞു. ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ മത സംഘടനയുടെ പ്രവർത്തന ജാതി, അടിയാള ജാതിയിൽപ്പെട്ടവർക്ക് അക്ഷരാഭ്യാസം കൊടുത്തു. ആ അക്ഷരാഭ്യാസം 2 തരത്തിൽ കൊടുത്തു. അവരെ മാതൃഭാഷയിൽ അല്ലെങ്കിൽ മലയാള ഭാഷയിൽ
എഴുത്തും വായനയും പഠിപ്പിച്ചു. അതോടൊപ്പം ഇംഗ്ലീഷും പഠിപ്പിക്കാൻ തുടങ്ങി. ഔപചാരികമായ ഇംഗ്ലീഷ് പഠനമൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നതെങ്കിലും ഈ സുവിശേഷ പുസ്തകങ്ങൾ, ക്രിസ്തു ദർശനത്തെ അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങൾ, പ്രയർ ബുക്ക്, ആ പ്രയർ ബുക്കിലാണ് പ്രാർത്ഥനയുടെ ക്രിസ്തു ദർശനം കിടക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തു മാർഗം സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനാ പുസ്തകങ്ങൾ പറയുന്നത്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം. അത് മലയാളത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. പുതിയ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഇംഗ്ലീഷുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ ഈ മതപ്രവർത്തകർക്ക് അല്ലെങ്കിൽ സഭാ പ്രവർത്തകർക്ക് കഴിയണം. അതുകൊണ്ട് നാട്ടുകാരെ നല്ല തനി നാടൻ മലയാളവും പഠിപ്പിച്ചു, അല്ലെങ്കിൽ നാട്ടുഭാഷയും പഠിപ്പിച്ചു, ഇംഗ്ലീഷും പഠിപ്പിച്ചു. അങ്ങനെ ഈ ആരാധനാലയങ്ങളായ പള്ളികൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം തുടങ്ങുന്നതിന് മിഷണറിമാർ നേതൃത്വം കൊടുത്തു. തൽഫലമായി ഒരു ഉണർവ് പിന്നോക്ക ജാതിക്കാരിൽ ഉണ്ടായി. ഉണർവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നൊരു സങ്കല്പം. ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. ആ സങ്കല്പം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നിലനിന്നിരുന്ന, പൊതുവിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ ഒരു മൂല്യസങ്കല്പം, ജാതുവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായതും അതിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതായ സ്മൃതികൾ പോലുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന തരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങൾ, ധർമ്മത്തെ സംബന്ധിച്ച മനുഷ്യന്റെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് പറയുന്ന ധർമ്മം, അതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ. അതേ സംബന്ധിച്ച ശാസ്ത്രം, അതിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമപുസ്തകങ്ങൾ. അതിന്റെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ആരും തുല്യരല്ല, ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയാണ്. അപ്പൊ ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയും ജാതി വിവേചനവും, മനുഷ്യരും തമ്മിലുള്ള വിവേചനം നിൽക്കുമ്പോഴാണ് ഇതാ ഒരു കൂട്ടർ വന്ന് പറയുന്നു, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണ്, യേശുവിന്റെ പാതയിലേക്ക് ക്രിസ്തുമാർഗം സ്വീകരിക്കൂ എന്ന് പറയുന്നു. അതിന്റെ ഏറ്റവും വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന, അതിന്റെ ഏറ്റവും വലിയ വിവേചനം അനുഭവിച്ചിരുന്ന, കഷ്ടപ്പാട് അനുഭവിച്ച ജനങ്ങൾക്ക് അതിനോട് ആകർഷണം ഉണ്ടാകും. ആ ആകർഷണത്തിന്റെ ഫലമായി അവർ ആധുനികമായ ചില ജീവിത ശൈലികൾ സ്വീകരിക്കുന്നു. ആ ജീവിത ശൈലിയിൽ ഒന്നാണ് പാദ്രിമാരുടെ, പുരോഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ ദേഹശുദ്ധി വരുത്തുന്നു, വസ്ത്രശുദ്ധി വരുത്തുന്നു, വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തുന്നു, പൊതുനിരത്തുകളിൽ കൂടി നടക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. നേരത്തെ പൊതുനിരത്തിൽ കൂടി അടിയാള വിഭാഗം നടക്കാൻ പാടില്ല. ഇപ്പോ ക്രൈസ്തവ പ്രവർത്തകരുടെ, പാദ്രിമാരുടെ പ്രേരണ കൊണ്ട് ഇവർ പൊതുനിരത്തിൽ കൂടെ നടക്കാൻ തുടങ്ങുന്നു. അത് കലവില കശവിശ അടിപിഴകളോ ഉണ്ടാകുന്നു. ഈ പത്മനാഭപുരം കൊട്ടാരത്തിനും പരിസരത്തിനും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് കലാപങ്ങൾ ഉണ്ടാകും. ഈ കലാപത്തെയാണ് ചാന്നാർ കലാപം എന്ന് വിളിക്കുന്നത്. കാരണം ചാന്നാർ ജാതിയിൽപ്പെട്ടവരാണ് ആദ്യമായി ഇത് രംഗത്തേക്ക് വന്നത്. അതിന്റെ പിന്നിൽ മറ്റ് പിന്നോക്ക ജാതിക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ മുന്നിട്ട് നിന്നത് ചാന്നാർ സ്ത്രീകളാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചാന്നാർ സ്ത്രീകളാണ്. കാരണം അവർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം വേണം. എന്ന് വെച്ചാൽ രണ്ടാമതൊരു വസ്ത്രം, മേൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം വേണം, പൊതുനിരത്തിൽ കൂടെ നടക്കാനുള്ള അവകാശവും വേണം എന്നൊരു ബോധത്തിലേക്ക് അവർ ഉയരുന്നു. അവരുടെ ആവശ്യങ്ങളെ അവരുടെ പുരുഷന്മാർ അനുകൂലിക്കുന്നു. അപ്പൊ പുരുഷന്മാരും സ്ത്രീകളും ഒന്നടങ്കം സമൂഹത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. പാരമ്പര്യവാദികൾ, സാമ്പ്രദായിക ചിന്തകന്മാർ, അവരെ ചിന്തിക്കുന്നവർ, ആ മൂല്യത്തെ കൊണ്ട് നടക്കുന്നവർ അതിനെ എതിർക്കുന്നു. ഇതാണ് ഈ ധൈഷണികമായോ സൈദ്ധാന്തികമായോ ദാർശനികമായോ എതിർപ്പത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഇത് ഈ ചാന്നാർ ലഹളയെ ഒരു സൈദ്ധാന്തിക വിപ്ലവം, സൈദ്ധാന്തിക വൈരുദ്ധ്യം, സൈദ്ധാന്തിക സംഘടനം എന്ന് പറയാം. രണ്ട് വ്യവസ്ഥകൾ, രണ്ട് മൂല്യങ്ങൾ തമ്മിലുള്ള സംഘടനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തികമായ അടിത്തറയുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ആ അടിത്തറ എന്ന് പറയുന്നത് ഊഴിയവേല എന്ന് പറയുന്ന നിർബന്ധ ജോലി, പ്രതിഫലമില്ലാത്ത നിർബന്ധ ജോലി ചെയ്യാൻ ഈ താഴ്ന്ന ജാതിക്കാർ നിർബന്ധിക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അവരുടെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടും കൂടി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ദേവാലയത്തിൽ ചെല്ലണം, പള്ളിയിൽ ചെല്ലണം എന്നുള്ള പുരോഹിതന്മാരുടെ ആഹ്വാനത്തിൽ വഴങ്ങി അവർ പോകാതിരുന്നപ്പോൾ ജന്മിമാരുടെ പാടത്ത് ഒരു ദിവസം പണിക്ക് അവരെത്തില്ല എന്നൊരു സങ്കല്പം വരുന്ന, ഒരു പ്രശ്നം വരുന്നു. അങ്ങനെ അവർ തമ്മിലൊരു അക്കാര്യത്തിൽ സാമ്പത്തികമായ ഒരു സംഘർഷത്തിലേക്ക് വഴിവെക്കുന്നു. ഇങ്ങനെയാണ് ഈ തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീകളും അവരെ സഹായിച്ചുകൊണ്ട് പുരുഷന്മാരും കലാപത്തിന് ഒരുങ്ങുന്നത്. ഈ കലാപത്തിന്റെ പൊതുവിൽ പറയുന്ന പേരാണ് ചാന്നാർ കലാപം. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലത്തോളം ഈ കലാപം നേരിട്ടുള്ള സംഘടനത്തെ തുടർന്നു. 1865 പ്രത്യേകിച്ച് 1859 പിന്നെ 1865 2 സർക്കാർ ഉത്തരവുകളിലൂടെ ഈ പ്രശ്നം പരിഹൃതമാകുന്നു. നിയമപരമായി പരിഹൃതമായി, പക്ഷെ സാമൂഹ്യമായിട്ട് പൂർണ്ണമായും പരിഹൃതമായിരുന്നില്ല. കാരണം ഒരു നിയമം കൊണ്ട് നമ്മളൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ നിരോധിക്കാൻ ശ്രമിക്കുമെങ്കിലും
ശീലം വിട്ടുമാറാൻ, അത് മനുഷ്യന്റെ സ്വഭാവമല്ല, ശീലം വിട്ടുമാറാൻ ചില താമസം വരും. അതുകൊണ്ട് കുറെ കാലം കൂടി അതിന്റെ പ്രശ്നങ്ങൾ തുടർന്നിരുന്നു. ഇതാണ് ചാന്നാർ കലാപത്തിന്റെ ഒരു പശ്ചാത്തലം. ഏതാണ്ട് ഈ ചാന്നാർ കലാപത്തിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് കേരളത്തിൽ പൊതുവിലും തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കവും ചാന്നാർ ലഹളയിൽ നിന്നാണ്. കാരണം അതിൽ പൗരാവകാശ പ്രക്ഷോഭമാണെന്നുള്ള കാര്യം പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ അതിനെ വിലയിരുത്തിയിട്ടുമുണ്ട്. ഇവിടെ ഇതിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം ഈ കലാപം, ഈ പൗരാവകാശ പ്രശ്നം, ചാന്നാർ കലാപം കൊളുത്തിവിടുന്ന പൗരാവകാശ ബോധത്തിൽ ഊന്നിയ കലാപം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിൽ തുടരുന്നു. അങ്ങനെ തുടർന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഒന്നാം പാദം 1925-30 ആകുമ്പോഴേക്കും അതൊരു വേറൊരു ഘട്ടത്തിലേക്ക് ഈ കലാപങ്ങൾ, ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ പരിഷ്കരണ പ്രസ്ഥാനമായി വഴിതിരിയുന്നു. അതോടുകൂടി സാമ്പ്രദായികമായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒന്നാം ഘട്ടം ദൗത്യം അവസാനിക്കുകയും അവ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതായത് 19-ാം നൂറ്റാണ്ടുടനീളം, 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലമാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നത്, പ്രവർത്തിക്കുന്നത്. അതിനെ നമുക്ക് പിന്നീട് പൗരാവകാശ പ്രക്ഷോഭം എന്ന് വിളിക്കാം. ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും പൗരാവകാശ പ്രക്ഷോഭങ്ങളിൽ നിന്നും ഉയർന്നു വന്ന മൂല്യങ്ങളാണ് നവോത്ഥാന മൂല്യങ്ങൾ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ അപ്പാടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുകയില്ല. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണർത്തിവിട്ട ചില മൂല്യങ്ങളുണ്ട്, ചില സിദ്ധാന്തങ്ങളുണ്ട്, ചില സങ്കല്പനങ്ങളുണ്ട്. ഇന്നും പ്രായോഗികമായിട്ടില്ലാത്ത, പ്രാവർത്തികമാകാൻ കഴിയുമെങ്കിലും കഴിയാത്തത്, ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിയാത്തതായ ചില മൂല്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ മൂല്യങ്ങളെയാണ് നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്നുള്ള വിശദീകരണം ഞാൻ പിന്നിലേക്ക് വരാം. ഇവിടെ ഒരുപക്ഷെ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാന രംഗത്ത് തുടക്കം കുറിക്കുന്നത് വനിതകളാണെന്ന് ഞാൻ പറഞ്ഞു. ചാന്നാർ ലഹള അതിൽ ആദ്യത്തെ രക്തസാക്ഷിയും ഒരു വനിതയാണ്, ശകുന്തളാദേവി. തെക്കൻ തിരുവിതാംകൂർ നാഗർകോവിൽ സുശീത്രത്തിനടുത്തുള്ള ഒരു ചാന്നാർ ജാതിയിൽപ്പെട്ട സ്ത്രീയായിരുന്നു ഈ ശകുന്തള. 1783 ജനിച്ച് 1928 കൊല്ലപ്പെട്ടു. അവർ കാണിച്ച ധിക്കാരം എന്ന് പറയുന്നത് ഒരു മേൽമുണ്ട് ധരിച്ചു, മാറു മറച്ച ഒരു വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ്. പരസ്യമായി ഒരു വഴിയിലൂടെ നടന്നു പോയി എന്നുള്ളതാണ്. ഭർത്തൃമതിയും 2 കുട്ടികളുടെ മാതാവുമായ ആ സ്ത്രീയെ അന്നത്തെ പ്രമാണിമാർ, നാട്ടുപ്രമാണിമാർ വളരെ ഹീനമായിട്ട് ആക്രമിക്കുകയും അവരുടെ പുരുഷന്മാർ വീട്ടിലില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറി അവരെ ആക്രമിച്ചു. അവർ പരമ്പരാഗതമായ ശൈലിയിൽ കളരി അഭ്യാസം പഠിച്ചിരുന്നു, ഈ വാൾപ്പയറ്റൊക്കെ പഠിച്ചിരുന്നു. കുറച്ചു നേരം അവർ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. കുഞ്ഞുങ്ങളെ അകത്ത മുറിയിൽ അടച്ചിട്ടില്ല, മുറി എന്ന് പറയാൻ പറ്റില്ല, ഏതോ ചെറ്റപ്പുരയാണ്, അത് അടച്ചിട്ടിട്ട് അത് പിന്നെ അവർ ചെറുത്തു നിന്നു. ചെറുത്തുനിൽപ്പിൽ പ്രമാണിമാരുടെ മുമ്പിൽ അവർ തോറ്റു. അവരെ കയ്യും കാലും കെട്ടി ഒരു കാളവണ്ടിയുടെ പിന്നിൽ കെട്ടിയിട്ട് റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അവര് പിന്നീട് രക്തം വാർന്ന് മരിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷി ശകുന്തളാദേവിയാണ്. തുടർന്ന് സൈദ്ധാന്തികമായിട്ടും ദാർശനികമായിട്ടും ദാർഢ്യമുള്ള, ദൃഢതയുള്ള ഒരു നിര നേതാക്കന്മാർ വളർന്നു വരികയാണ്. വൈകുണ്ഠ, അതിൽ ആദ്യത്തെ ആളാണ് നമുക്ക് പറയാം വൈകുണ്ഠ സ്വാമി എന്ന് പറയുന്ന വ്യക്തി. അത് ഒരു നൂറ്റാണ്ടിനിപ്പുറം അയ്യങ്കാളിയിൽ വന്ന് അവസാനിക്കുന്നു. അയ്യങ്കാളിക്ക് ശീർഷരായിട്ട് സമകാലികരായിട്ട് വേറെ ചില ആൾക്കാരുണ്ട്. അയ്യങ്കാളിക്ക് ശേഷം അന്തരിച്ചവരായ ചില ആൾക്കാരും കൂടി ഉണ്ട്. അവരൊക്കെ തന്നെ നമുക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ പെടുത്താം. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവിലും വന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ച്, സാമ്പത്തിക രംഗത്ത് വന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു 1-ാം പാട്ട വിളംബരം, പിന്നെ 2-ാം പാട്ട വിളംബരം എന്നൊക്കെ പറഞ്ഞു. ആ പാട്ട വിളംബരത്തിന്റെ ഫലമായി ഭൂമി കിട്ടിയ ആൾക്കാർ കഠിനാധ്വാനത്തിലൂടെ ആ ഭൂമിയിൽ അധ്വാനിച്ച് അധ്വാനിക്കുകയും വിളവുണ്ടാക്കുകയും ആ വിളവ് വിറ്റ് സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരവസ്ഥ വരികയും ചെയ്യും.
സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോൾ അവർക്ക് സാമൂഹ്യമായ ചില പ്രശ്നങ്ങളും ഉണ്ടായി. പിന്നോക്ക ജാതിക്കാരൻ ഈഴവനും ഈ ചാന്നാർ ജാതിയിൽപ്പെട്ടവരും ഒക്കെ സാമ്പത്തികമായി മെച്ചപ്പെടാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഈ സവർണ പ്രഭുക്കന്മാർ ചോദിച്ചിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ ഈ ക്രിസ്തുമത പ്രവർത്തകരുടെ ഫലമായിട്ടും അവരുടെ പ്രേരണയാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ്, മദിരാശി ഗവൺമെന്റിന്റെ പ്രേരണയാലും ചില കാര്യങ്ങൾ തിരുവിതാംകൂറിൽ ചെയ്യാൻ അന്നത്തെ ഭരണാധികാരികൾ നിർബന്ധിക്കപ്പെടും. ആ നിർബന്ധത്തിന്റെയും കൂടെ ഫലമായിട്ടാവാം 1817 തിരുവിതാംകൂറിലെ റീജന്റ് റാണിയായിരുന്ന സേതു പാർവതിഭായി പുറപ്പെടുവിച്ച ഒരു വിളംബരമുണ്ട്, ഒരു ഉത്തരവുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉത്തരവ് എന്ന് വേണമെങ്കിൽ പറയാം. 1817 നീട്ട് എന്നാണ് പറയുന്നത്. തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങൾ, എന്ന് വെച്ചാൽ കൊല്ലത്തിന് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ, നാട്ടുഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ, മലയാളവും തമിഴും സംസ്കൃതവും കണക്ക്, ഇവ പഠിപ്പിക്കുന്നതിന് ഈ 2 വാദ്യാന്മാരെ, അന്നത്തെ അധ്യാപകരെ നിയമിക്കുകയും അവർക്ക് പ്രതിമാസം 50 പണം, ഇന്നത്തെ തിരുവിതാംകൂറിലെ നാണയത്തിന്റെ പേരാണ് പണം, ആ 50 പണം സംഭാവനയായ ശമ്പളമായി കൊടുക്കുകയും ചെയ്യുന്നു. വില്ലേജ് ഓഫീസർമാർ എന്ന് പറയുന്ന പ്രവർത്തിയക്കാർ, നമ്മള് തനി നാടൻ ശൈലിയിലാണെങ്കിൽ പാർവത്യാരെന്ന് പറയും. ഇപ്പൊ വില്ലേജ് ഓഫീസർക്ക് അങ്ങനെ പറയുന്നത് പ്രവർത്തിയക്കാർ. അന്ന് വില്ലേജിന് പറഞ്ഞിരുന്ന പേര് പകുതി എന്നാണ്. വില്ലേജ് ഓഫീസിന്റെ പേര് പകുതി കച്ചേരി എന്നാണ്. ഇപ്പൊ പകുതി കച്ചേരിയിലെ പ്രവർത്തിയക്കാർ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർമാർ ഈ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടെ കുട്ടികൾക്ക് കണക്കും എഴുത്തും ഒക്കെ നിശ്ചയമാകുന്നുണ്ടോ എന്ന കാര്യം എഴുതി ഹജ്ജൂരിലേക്ക് അറിയിക്കണം, എന്ന് വെച്ചാൽ സർക്കാരിലേക്ക് അറിയിക്കണം എന്നും ആണ് ഈ 817 വിളംബരത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം, സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പ്രശ്നം, വിദ്യാലയങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടി ഉണ്ടായത് പാർവതിഭായിയുടെ കാലത്ത്. അല്പ കഴിയുമ്പോഴേക്കും നാഗർകോവിലിൽ LMS മിഷന്മാരുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നു. അവിടെ ലക്ഷ്യം ഒന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാർത്ഥന, ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കാൻ കഴിയണം. അപ്പൊ ഇംഗ്ലീഷ് നാട്ടുകാരെ പഠിപ്പിച്ചാലേ വരും. അപ്പൊ ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പള്ളിക്കൂടങ്ങളായി മാറുന്ന യജ്ഞം നടക്കുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ തുടങ്ങുന്നു. നാഗർകോവിലിൽ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തിന്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു സൗകര്യം കണ്ടിട്ടാണ് 1835 തിരുവനന്തപുരത്ത് അന്നത്തെ രാജാവായിരുന്ന സ്വാതിരുന്നാൾ മഹാരാജാവ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് വിദ്യാലയം തുറന്നു. അതിന്റെ പേര് രാജാസ് ഫ്രീ സ്കൂൾ എന്നായിരുന്നു. രാജാസ് ഫ്രീ സ്കൂൾ, സൗജന്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങുന്നു. അടുത്ത കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് 1855-56 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക്, ആദ്യം ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് പോയി. ജില്ല ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നത്തെ റവന്യൂ ജില്ല എന്നുള്ള സങ്കല്പമൊന്നുമില്ല. അന്ന് മണ്ഡപത്തും വാതുക്കൽ വരെ ഉള്ളൂ. എല്ലാ മണ്ഡപത്തും വാതുക്കൽ കേന്ദ്രീകരിച്ചും സർക്കാർ വിദ്യാലയങ്ങൾ തുടങ്ങുന്നു. അവിടെ ഇംഗ്ലീഷും കൂടെ പഠിപ്പിക്കുന്നു. ആ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വ്യാപനം തിരുവിതാംകൂറിൽ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ തുടങ്ങുന്നു. അതിന്റെ ഫലമായി അക്ഷരാഭ്യാസം ലഭിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയാണ്. അക്ഷരാഭ്യാസം കിട്ടുന്നവർ വളരുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവർക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് പ്രബുദ്ധതയിലേക്ക് പോകാൻ കഴിയുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പ്രബുദ്ധതയിലേക്ക് പോകുന്നു വെച്ചാൽ പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഒരുപാട് ആശയങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നർത്ഥം. അപ്പൊ പതുക്കെ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ, ഒരു പ്രബുദ്ധതയുടെ അംശം വളർന്നു വരുന്നു. ഈ പ്രബുദ്ധതയുടെ അംശം വളർന്നു വരുന്നതോടൊപ്പം തന്നെ പാശ്ചാത്യമായ ആശയങ്ങളുടെ സ്വാധീനം വരുന്നു. പുതിയ ആശയങ്ങൾ, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ക്രിസ്തുദേവന്റെ സിദ്ധാന്തം നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണോ എന്നൊരു നൈതിക പ്രശ്നം ഉന്നയിക്കപ്പെടും. ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാരിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിൽ 1840-കളിൽ നടപ്പിലാക്കിയ അടിമ കച്ചവട നിരോധനം തിരുവിതാംകൂറിൽ നടപ്പിലാക്കുന്നു. അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നു. അതിന് അല്പം മുമ്പായിട്ട് ഊഴിയവേല നിർത്തലാക്കുന്നു.
അപ്പോൾ നിർബന്ധിത വേതനമില്ല, നിർബന്ധിത സേവനമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അടിമ കച്ചവടമില്ല, അടിമ സമ്പ്രദായമില്ല. കുഞ്ഞുങ്ങളെ വിൽക്കാൻ പാടില്ല. നേരത്തെ കുഞ്ഞുങ്ങളെ വിൽക്കാമായിരുന്നു. അത് എത്രയോ വയസ്സ് വരെ അമ്മമാരോടൊപ്പമേ കുഞ്ഞുങ്ങളെ വിൽക്കാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾ ഒരു 6-7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് വിൽക്കാം. അങ്ങനെ മുതലാളിമാർ അല്ലെങ്കിൽ ജന്മിമാർ അവരെ വാങ്ങിക്കൊണ്ടുപോയി അടിമകളാക്കി പിന്നെ പറമ്പിലെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ആ സമ്പ്രദായമൊക്കെ 1850-കളാവുമ്പോഴേക്കും, എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുമ്പോഴേക്കും തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെടുകയാണ്, നിയമപരമായി നിരോധിക്കപ്പെടും. അപ്പോ പിന്നെ ഊഴിയവേല നിരോധിക്കപ്പെട്ടു, അടിമ സമ്പ്രദായം നിരോധിക്കപ്പെട്ടു, അടിമ കച്ചവടം നിരോധിക്കപ്പെട്ടു. അത്തരത്തിൽ പടിപടിയായിട്ട് തിരുവിതാംകൂറിലെ സമൂഹം പ്രബുദ്ധതയിലേക്കും പുരോഗതിയിലേക്കും വരുന്നു എന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് നേരത്തെ അയ്യാ വൈകുണ്ഠനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അത് സാമൂഹികമായ ആരാധനാപരമായ ചില അനാചാരങ്ങളെ വെല്ലുവിളിക്കുന്നതായിരുന്നു അയ്യാ വൈകുണ്ഠന്റെ പ്രവർത്തനങ്ങൾ. അത് സവർണ ജാതിക്കാർ, സവർണ വിഭാഗത്തിൽപ്പെട്ടവർ ആചരിച്ചിരുന്ന ചില അനാചാരങ്ങൾ, അദ്ദേഹം പറയുന്ന അനാചാരം, പക്ഷേ അത് കൊണ്ടു നടക്കുന്നവർക്ക് അത് ആചാരമാണ്. ആചാരങ്ങളെ അനാചാരങ്ങൾ എന്ന് കണ്ട് അതിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന്റെ പറമ്പിൽ, സ്വാമിത്തോപ്പ് എന്ന് പറഞ്ഞത് ഇതിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കിണർ കുഴിക്കുന്നു, അതിന് മുന്തിരി കിണർ എന്ന് പേരിടുന്നു. അവിടെ ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു. അവിടെ എല്ലാവരും വന്ന് കണ്ണാടിയിൽ നോക്കി ആ ബിംബത്തിൽ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്നു. തലയിൽ മുണ്ട് കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ തോർത്ത് കെട്ടിക്കൊണ്ട് തല മൂടിക്കൊണ്ട് വേണം ഈ ആരാധന നടത്താനെന്ന് പറയുന്നു. ഈ തലയിൽ മുണ്ട് കെട്ടുന്നതിനൊക്കെ വേറൊരു സാങ്കത്യമുണ്ട് കേട്ടോ. അത് വെറുതെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടുണ്ടായതല്ല. അത് സാമൂഹ്യമായ നിഷേധത്തിന്റെ, സാമൂഹ്യമായ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. എന്താണ് ആ സാമൂഹ്യമായ പ്രതിഷേധം എന്ന് പറയുന്നത്? അന്ന് സവർണ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഒരു ഉത്തരീയം, ഒരു തോളിൽ ഒരു മുണ്ടിങ്ങനെ ഇടാൻ പറ്റൂ. ആരും കുപ്പായം ധരിക്കുന്ന പതിവൊന്നുമില്ല, ധരിക്കാൻ പറ്റും. ചില വിശേഷ ദിവസങ്ങളിൽ, വിശേഷ അവസരങ്ങളിൽ ഈ മേൽജാതിക്കാർക്ക് അവർ തലയിൽ ഒരു മുണ്ടിങ്ങനെ കെട്ടാം. അതൊരു പദവിയുടെ ലക്ഷണമാണ്, ഒരു അംഗീകാരത്തിന്റെ, ഒരു പദവിയുടെ, ഒരു സാമ്പത്തിക ശ്രേണിയുടെയൊക്കെ പ്രതീകമായിട്ടാണ് തലയിൽ ഇങ്ങനെ ഈ നേരിയത് മുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണ കസവുള്ള മുണ്ട് കെട്ടുന്ന പതിവുള്ളത്. അത് താഴ്ന്ന ജാതിക്കാർക്ക് പാടില്ല. താഴ്ന്ന ജാതിക്കാർക്ക് ഒറ്റ മുണ്ട് മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ. രണ്ടാമതൊരു തോർത്തുമുണ്ടോ വല്ലതും കൈവശമുണ്ടെങ്കിൽ അത് അവർ അരയിൽ കെട്ടി ഓച്ചാനിച്ച് നിൽക്കണം, അല്ലെങ്കിൽ കൈത്തണ്ടയിലിട്ട് വാവൊത്തി കുനിഞ്ഞു നിൽക്കണം. അങ്ങനെ കൈത്തണ്ടയിലിട്ട് അല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന മുണ്ടിന്റെ പുറത്ത് മറ്റൊരു മുണ്ട് കെട്ടി ഇങ്ങനെ ഓച്ചാനിച്ച് വളഞ്ഞു നിൽക്കുന്നതിന് പകരം അങ്ങനെ അരയിൽ കെട്ടുന്ന ആ മുണ്ടിനെ എടുത്ത് തലയിൽ കെട്ടി തല ഉയർത്തി നിൽക്കുക. അപ്പൊ നിലവിലുള്ള സവർണ സമ്പ്രദായത്തിന്റെ, സവർണ ആചാരത്തിന്റെ നിഷേധമാണ് ഇക്കാര്യത്തിലൂടെ അയ്യാ വൈകുണ്ഠൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഈ പത്മനാഭപുരത്തിനടുത്ത് തക്കല എന്ന് പറഞ്ഞ്, തക്കല പേര്, സ്ഥലത്തിന്റെ പേര് പത്മനാഭപുരം, തക്കല എന്ന് പറയുന്നത്. പത്മനാഭപുരത്തിനടുത്ത് കുമാരകോവിൽ എന്നൊരു സ്ഥലമുണ്ട്. ആ കുമാരകോവിലിലെ കുമാരദേവനെയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് എല്ലാ വർഷവും ആറാട്ടിനായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. ആ കുമാരകോവിലൊരു വിശേഷാൽ പൂജയുണ്ട്, അല്ലെങ്കിൽ ആചാരമുണ്ട്, അഗ്നിക്കാവടി എന്ന് പറയും. ചിരട്ട കത്തിച്ച കനലിന്റെ പുറത്തുകൂടെ നടക്കണം കാവടി. അതും സവർണ ജാതിക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂ. പക്ഷെ അയ്യാ വൈകുണ്ഠൻ അതിനെ പരസ്യമായി ലംഘിച്ചു. ഇതിന്റെ പുറത്തുകൂടി നടന്നു, കാല് പൊള്ളിയില്ല. അപ്പൊ അതൊക്കെ തട്ടിപ്പാണെന്നുള്ള കാര്യം അദ്ദേഹം തെളിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, അന്യായ പാട്ടം കൊടുക്കരുത്, കർഷകരോട് പറഞ്ഞത്. രണ്ട്, കൂലിയില്ലാതെ വേല ചെയ്യരുത്. എന്നുവെച്ചാൽ പറമ്പിൽ പണിയെടുക്കാൻ, ഊഴിയവേല നിരോധിച്ച കാര്യം പറഞ്ഞല്ലോ. പറമ്പിൽ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടണം, കൂലി കിട്ടണം. അപ്പൊ കൂലി എന്നൊരു പുതിയ സങ്കല്പം, കൂലി വേല, അത് പിന്നീട് മാർക്സ് പറഞ്ഞ കാര്യങ്ങളാണ്, മലയാളത്തിൽ പിന്നെയാണ് വന്നതെങ്കിലും ഇദ്ദേഹം പറയുകയാണ്, കൂലി ഇല്ലാതെ വേല ചെയ്യരുത്, പണിയെടുക്കാൻ പോകരുത്. അത് ജോലിക്കാർക്ക് പറഞ്ഞിരുന്ന, തൊഴിലാളിക്ക് പറഞ്ഞവരെ വേലക്കാരെന്നായിരുന്നു. അങ്ങനെയാണത് പറഞ്ഞത്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും.
കർഷകരോട് പറഞ്ഞ എന്താ, പാട്ടക്കുടിയാന്മാർ അന്യായ പാട്ടം കൊടുക്കരുത്, കാരണം ഇവര് പിരിക്കുന്നത് അന്യായമാണെന്ന്, അത് കൊടുക്കാൻ പാടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ കർഷകർ ജന്മിമാർക്കെതിരെയും സവർണ മേധാവിത്വത്തിനെതിരെയും അദ്ദേഹം കലാപം ചെയ്തുകൊണ്ട് അവരുടെ പ്രേരണയാൽ രാജാവ് ഇദ്ദേഹത്തെ തടങ്കലിലാക്കുന്നു. തിരുവനന്തപുരത്തെ ഒരു ജയിലിൽ കൊണ്ടുവന്ന്, ശൃംഗാരത്തോപ്പ് ജയിലിൽ കൊണ്ട് പാർപ്പിക്കുന്നു. സ്വന്തം ജാതിയുടെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഏതെങ്കിലും ആചാര്യന്റെ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് അനുവാദം അദ്ദേഹം നിഷേധിക്കുന്നു. അത്തരം ഒരു പിന്നെ സ്വാതന്ത്ര്യം തനിക്ക് വേണ്ട എന്ന് പറയുന്നു. പിന്നീട് 110 ദിവസത്തെ കാരാഗ്രഹവാസത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സ്വാമിത്തോപ്പിലുള്ള അദ്ദേഹത്തിന്റെ വസതി കേന്ദ്രീകരിച്ച് ഒരുപാട് ആൾക്കാരോട് ഇത്തരം കാര്യം സന്ദേശങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായി നടത്തുന്നത് വൈകുണ്ഠ സ്വാമിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു ദേശം, ഒരു ഭാഷ, ഒരു ലോകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു ഭാഷ, ഒരു ദേശം, ഒരു ലോകം. അങ്ങനെ ഒരു ശൃംഖലയായിട്ട് മുദ്രാവാക്യങ്ങളുടെ ശൃംഖല തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അത് തെക്കൻ തിരുവിതാംകൂറിൽ വളരെ സ്വാധീനമുണ്ടാക്കിയ ഒരു ഘടകമായി. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും അദ്ദേഹം മിഷണറിമാരുടെ പ്രവർത്തനത്തിനെതിരാണ്. മിഷണറിമാരിലൂടെ ക്രിസ്തുമതത്തിൽ ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള അവരുടെ സങ്കല്പത്തിന് വൈകുണ്ഠസ്വാമി എതിരായിരുന്നു. അങ്ങനെ തെക്കൻ തിരുവിതാംകൂറിൽ ഉണർവ് ഉണ്ടാക്കാൻ സഹായിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുമ്പോഴേക്കും തിരുവിതാംകൂറിലെ സാമ്പത്തിക രംഗത്ത് പ്രധാനപ്പെട്ട ഒരു മാറ്റം വരികയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടാകും. ഒന്ന്, നേരത്തെ തന്നെ സർക്കാർ വക ഭൂമി പാട്ടത്തിനെടുത്തിരുന്ന പാട്ടക്കുടിയാന്മാർക്ക് ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചനം കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞു. കൂടുതൽ ഭൂമി പുതിയ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുത്തു. അങ്ങനെ അവരും സാമ്പത്തികമായി മെച്ചപ്പെട്ടു, സർക്കാരിന് സാമ്പത്തികം മെച്ചപ്പെടാനുള്ള ഇടയുണ്ടായി. അപ്പൊ ഈ സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടുകൂടി ഒരു വളരെ വിരലെണ്ണാവുന്നവരാണെങ്കിൽ ഒരു മധ്യവർഗം തിരുവിതാംകൂറിൽ വളർന്നു വരുന്നു. ആ മധ്യവർഗം സർക്കാർ വക സ്കൂളുകളിലോ അല്ലെങ്കിൽ മിഷണറിമാരുടെ വക സ്കൂളുകളിലോ പഠിച്ച് പ്രബുദ്ധതയും അല്പാൽപമായി ആർജിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുവിതാംകൂറിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി ദയനീയമായിട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥ ഈ 1850-കളാവുമ്പോഴേക്കും വന്നു. ബ്രിട്ടീഷുകാരുടെ കർശനമായ ഇടപെടൽ, അവർക്ക് അന്യായമായ പാട്ടമൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ സർക്കാരിന് ഇതിനെ ഒന്ന് പരിഷ്കരിക്കാനും തിരുവിതാംകൂറിന്റെ സാമ്പത്തികം മെച്ചപ്പെടുത്താനുള്ള ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നതിനുമായി ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു സർ ടി മാധവറാവു. 29 വയസ്സ് മാത്രം പ്രായമുള്ള മാധവറാവു ദിവാനായിട്ട് അധികാരമേൽക്കുന്നു. ഏതാണ്ട് 10-20 കൊല്ലക്കാലത്തോളം അദ്ദേഹം ദിവാനായിട്ട് തുടർന്നു. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച പരിഷ്കാരങ്ങളാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ പ്രബുദ്ധതയ്ക്ക്, തിരുവിതാംകൂറിന്റെ വികസനത്തിന്, തിരുവിതാംകൂറിന്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക ശേഷിക്കൊക്കെ അടിത്തറയിട്ട കാര്യം. എടുത്തു പറയേണ്ട ഒരു കാര്യം, മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ചില സാമ്പത്തികമായ വികസനം, കച്ചവടത്തെ അല്ലെങ്കിൽ വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ 3 എക്കണോമിക് സോൺ മേഖലകളായി വിഭജിച്ചു എന്ന് പറഞ്ഞു. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്ന്. ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഭരണകൂടം തന്നെ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കച്ചവടം കഞ്ചാവ്, കറുപ്പ്, പുകയില എന്നീ 3 ഉൽപ്പന്നങ്ങൾ തിരുവിതാംകൂറിലേക്ക് ഇറക്കുമതി ചെയ്യണം. വിദേശത്ത് നിന്നാണ്. അന്ന് ഞാൻ വിദേശം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ അതിർത്തിക്ക് പുറത്തുനിന്ന്. ഇത് 3 തിരുവിതാംകൂറിൽ ഉൽപാദനമില്ല. കള്ളാണ് പിന്നെ ഉൽപാദനമുള്ളത്. അപ്പൊ ഈ 3 ഐറ്റം അല്ലെങ്കിൽ 3 വസ്തുക്കളും തിരുവിതാംകൂറിലേക്ക് ഇറക്കുമതി ചെയ്ത് സർക്കാരാണ് വിതരണം ചെയ്തിരുന്നത്. ഈ കഞ്ചാവും പിന്നെ കറുപ്പും എന്തിനാണ് ഇറക്കുന്നത് വെച്ചാൽ അതിന് വേറൊരു കാര്യമുണ്ട്. അത് നാട്ടുകാർക്ക് കൊടുത്ത് ലഹരി പിടിപ്പിച്ച് സർക്കാരിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അന്നത്തെ ചികിത്സയിൽ, ആയുർവേദ ചികിത്സയ്ക്ക് ഔഷധങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ വേദന സംഹാരിയായിട്ടും കൊടുത്തിരുന്നതാണ് ഈ കറുപ്പും അതുപോലെ കഞ്ചാവും. കാരണം അത് കഴിച്ചാൽ മയങ്ങി കിടക്കും, വേദന അറിയില്ല. പുകയില പിന്നെ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും പിന്നെ മുറുക്കുന്നവർക്കും വേണ്ടി, മുറുക്കുന്നവർ വളരെ കുറവാണ്, പക്ഷെ പുകയില കഷായം പോലുള്ള ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന രീതി അന്നേ ഉണ്ടായിരുന്നു. ഇത് 3 തിരുവിതാംകൂറിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്.
ഭരണകൂടം സ്റ്റേറ്റ് നേരിട്ടാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. പക്ഷേ മാധവറാവു ആദ്യം ചെയ്തത് ഇതിനെ ലൈസൻസ് കൊടുത്ത് വ്യക്തികൾക്ക് ഇറക്കുമതി ചെയ്യാൻ അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ തന്നെ ഇറക്കുമതി ചെയ്യുന്നു, പക്ഷെ അതിന്റെ വിതരണം സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ലൈസൻസ് കൊടുക്കുന്നു, ലേലം ചെയ്തെടുക്കുന്നു. അപ്പൊ ഈ എടുക്കുന്ന ആൾക്കാർ ഒരു നിശ്ചിതമായ തുക സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കണം, അവർക്ക് വിറ്റ് കാശുണ്ടാക്കാം. ഇന്നത്തെ അബ്കാരി നിയമം പോലെ ഷാപ്പുകളെ റേഞ്ച് അടിസ്ഥാനത്തിൽ വീതം വച്ചിട്ട് പരസ്യം ചെയ്ത് ലേലം ചെയ്ത് ഏറ്റവും കൂടുതൽ തുക കൊടുക്കാമെന്ന് പറയുന്നയാളിന് കള്ളുഷാപ്പിന്റെ കച്ചവടം കൊടുക്കുന്നത്, കള്ളു വിൽപ്പനയ്ക്കുള്ള അധികാരം കൊടുക്കുന്നത് പോലെ. അപ്പൊ അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഓരോ കൊല്ലവും എത്ര ലക്ഷം, 5 ലക്ഷങ്ങളേ ഉള്ളൂ, എത്ര ലക്ഷം രൂപ ഖജനാവിലേക്ക് വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കാം. അങ്ങനെ മുൻകൂട്ടി കണക്കാക്കി കഴിഞ്ഞാൽ നേരത്തെ മാർത്തണ്ഡമ്മയുടെ കാലത്ത് തുടങ്ങി വെച്ച പതിവ് കണക്ക് എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ചിട്ടപ്പെടുത്താൻ സാധിക്കും. വരവും ചെലവും തമ്മിലുള്ള ഒരു പൊരുത്തം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ കഞ്ചാവ്, കറുപ്പ്, പിന്നെ പുകയില, തിരുവിതാംകൂറിലെ തന്നെ ഉൽപ്പന്നമായ കള്ള്, ഇവയുടെ വിതരണം സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സർക്കാരിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഈ കള്ള് കച്ചവടം ഏറ്റെടുത്ത, അല്ലെങ്കിൽ കഞ്ചാവ് ഏറ്റെടുത്ത കച്ചവടക്കാര് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പൊ നേരത്തെ തന്നെ പാട്ടക്കുടിയാന്മാർ സർക്കാർ വക ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി വികസിപ്പിച്ച് സാമ്പത്തികമായി മെച്ചപ്പെട്ടു വന്ന വർഗത്തോടൊപ്പം, മധ്യവർഗത്തോടൊപ്പം ഇതാ കച്ചവടത്തിലൂടെയും ഒരു വിഭാഗം, ഒരു മധ്യവർഗം വളർന്നു വരുന്നു. കയറും കൊപ്രയും കച്ചവടം ചെയ്യുന്ന ഒരു വിഭാഗം നേരത്തെ ഉണ്ടായിരുന്നു. അവരും ഇതിൽ പങ്കെടുക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഈ കള്ള് കച്ചവടം തുടങ്ങുന്നു, അല്ലെങ്കിൽ പിന്നെ കഞ്ചാവ് കച്ചവടം തുടങ്ങുന്നു. അങ്ങനെ തിരുവിതാംകൂറിൽ 1850 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം കഴിയുമ്പോഴേക്കും തിരുവിതാംകൂറിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു മധ്യവർഗം വളർന്നു വരുന്നു. ഈ മധ്യവർഗത്തിന്റെ താല്പര്യവും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് വെച്ചാൽ അല്പം ഏതാണ്ട് കുറച്ച് വർഷങ്ങളൂടെ കഴിഞ്ഞപ്പോ തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച, തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റിമറിച്ച, മെച്ചപ്പെടുത്തിയ ഏറ്റവും സമഗ്രമായ ഒരു ഭൂപരിഷ്കാരം കൊണ്ടുവരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കാര നിയമം 1957 മന്ത്രിസഭ കൊണ്ടുവന്ന കാർഷിക ബന്ധ ബില്ലിന്റെ മുന്നോടിയാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് എന്ന് പറയാൻ സാധിക്കും. അതിന്റെ പേര് പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ്. പണ്ടാരപ്പാട്ട വിളംബരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടാരവക ഭൂമി, സർക്കാർ വക ഭൂമി കൈവശം വെച്ചിരുന്ന പാട്ടക്കുടിയാന്മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു 1821 വിളംബര പ്രകാരം പിരിച്ചുവിടാൻ പാടില്ല, അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അവര് പാട്ടക്കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ പിഴ ഈടാക്കാം, ഫൈൻ ഈടാക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ കൂട്ടർക്ക് സർക്കാർ വക ഭൂമി കൈവശം വെച്ചിരുന്ന പാട്ടക്കുടിയാന്മാർക്ക് 865 പണ്ടാരപ്പാട്ട വിളംബര പ്രകാരം 3 അവകാശങ്ങൾ കിട്ടുന്നു. ഒന്ന്, കൈവശാവകാശം ഉടമസ്ഥാവകാശമായി മാറുന്നു. 2, പിന്തുടർച്ചാവകാശം കിട്ടുന്നു. 3, കൈമാറ്റാവകാശം കിട്ടുന്നു. അതായത് സർക്കാർ വക ഭൂമി കൈവശം വെച്ചിരുന്ന പാട്ടക്കുടിയാന് പട്ടയം കൊടുക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശമായി. ഉടമസ്ഥനാണെങ്കിൽ അയാളുടെ കാലശേഷം അയാളുടെ അവകാശികൾക്ക് കിട്ടും. പാട്ടഭൂമിയാണെങ്കിൽ അവകാശം കിട്ടില്ല. പാട്ട കാലാവധി കഴിയുമ്പോൾ സർക്കാരിലേക്ക് ഭൂമി തിരിച്ചു പോകും. അപ്പൊ പാട്ടക്കുടിയാന് ഉടമസ്ഥാവകാശം കിട്ടുന്നു, ആ അവകാശം പിന്തുടർച്ചാവകാശമായി മാറുന്നു എന്ന് മാത്രമല്ല, ആ ഭൂമി വിറ്റ് കാശാക്കാം, ഭൂമി വിൽപ്പന ചരക്കാവും. കഞ്ചാവും കള്ളും കറുപ്പും പുകയിലയും നാളികേരവും നെല്ലും കൊപ്രയും കയറും ഒക്കെ വിറ്റ് കാശാക്കാവുന്നത് പോലെ ഭൂമി വിറ്റും കാശാക്കാം എന്ന് വരുന്നു. എന്ന് വെച്ചാൽ അർത്ഥം ഭൂമി വിൽപ്പന ചരക്കാകുന്നു. ആ വിൽപ്പന ചരക്കായ ഭൂമി വാങ്ങാനായി സ്വദേശിയും വിദേശിയുമായ മുതലാളിമാർ രംഗത്തെത്തുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തിരുവിതാംകൂറിൽ മൂലധന നിക്ഷേപം, മൂലധന ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വസ്തു, ക്യാപിറ്റൽ എന്ന് പറയുന്ന, മൂലധനം എന്ന് പറയുന്ന ഒരു സംജ്ഞ തിരുവിതാംകൂറിൽ പ്രത്യക്ഷപ്പെടും. മൂലധന നിക്ഷേപം ഉണ്ടാകും. മൂലധന നിക്ഷേപം ഉണ്ടായാൽ നമുക്കറിയാം
മനുഷ്യശേഷിയുടെ വിനിയോഗം വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ മനുഷ്യശേഷിയുടെ വിനിയോഗം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ മൂലധനം നിക്ഷേപിക്കുന്നവർക്ക് അതിന്റെ പലിശ, അതിന്റെ മുതലിന് പ്രതിഫലം കിട്ടുകയുള്ളൂ. അങ്ങനെ തിരുവിതാംകൂറിന്റെ സാമ്പത്തിക രംഗത്ത് വന്ന ഈ മാറ്റം സാമൂഹ്യ രംഗത്ത് ചില മാറ്റങ്ങൾക്ക് വഴിതുറക്കും. നേരത്തെ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തിരുന്ന ചാന്നാർ കലാപം, അത് ക്രൈസ്തവ സഭകളുടെ ഇടപെടലിന്റെ ഫലമായിട്ട് അടിമക്കച്ചവടം നിരോധിച്ചു, അടിമ സമ്പ്രദായം ഇല്ലാതായി, ഊഴിയവേല ഇല്ലാതായി. അങ്ങനെ അടിയാള ജനതയ്ക്ക് കുറച്ചുകൂടി അവകാശങ്ങൾ കിട്ടുന്നു. അങ്ങനെ അവകാശം കിട്ടുന്നതോടൊപ്പം തന്നെ അവരുടെ പൗരാവകാശവും വളരും. 1829 ഒരു വിളംബര പ്രകാരം ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാനുള്ള അവകാശം കൊടുത്തു. 1814 മൺട്രോയുടെ വിളംബര പ്രകാരം വസ്ത്രം ധരിക്കാനുള്ള അവകാശം കിട്ടിയതാണ് സ്ഥലത്തെ പ്രമാണിമാർ അടിച്ചു തകർത്തതും വലിച്ചു കീറിയതും കലാപം ഉണ്ടായതും കൽക്കുളം കോടതിയും അതിനെ ശരിവെച്ചതും. ആ കലാപത്തെ അടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ വസ്ത്രം വലിച്ചു കീറിയതിനെ ശരിവെച്ചത്. അപ്പൊ പക്ഷെ അതിനുശേഷമാണ് 829 വിളംബര പ്രകാരം ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ, രണ്ടാം മുണ്ട് ധരിക്കാൻ, രണ്ടാം വസ്ത്രം ധരിക്കാൻ. ഒരു കാര്യം കൂടെ സാമൂഹ്യ രംഗത്ത് നമ്മൾ ഈ മാറ്റം വന്നത് കാണണം. അത് നഗ്നത ഒരു പ്രതിഭാസമായി അവതരിപ്പിക്കപ്പെടുകയാണ്. നഗ്നമേനിയെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നതോ അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതായ കവിതകളും കാവ്യകൃതികളും നേരത്തെ തന്നെ മണിപ്രവാളത്തിലൊക്കെ അതുണ്ട്. സ്ത്രീ ശരീരത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന, വിശദീകരിക്കുന്ന കവിതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നഗ്നത എന്നൊരു പ്രശ്നമില്ല. നഗ്നത ഒരു സങ്കല്പം. മനുഷ്യന്റെ ഉടൽ അത് പൊതിഞ്ഞു വെക്കേണ്ടതാണെന്നൊരു സങ്കല്പത്തിലേക്ക് വരുന്നു. കാരണം നഗ്നതയുടെ ബോധം, ആ നഗ്നതയുടെ പ്രകടിത രൂപമൊക്കെ പിന്നെ സാഹിത്യ കൃതികൾ വരും. നേരത്തെ സ്വാതിരുന്നാളിനെ കുഞ്ഞായിരുന്നപ്പോൾ, ശിശുവായിരുന്നപ്പോൾ പാടി ഉറക്കാൻ താരാട്ടുപാട്ട് എഴുതിയ ഇരമ്പൻ തമ്പി ഉണ്ടല്ലോ, ഓമനത്തിങ്കൾ കിടാവോ, അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് തന്നെയാണ് സ്ത്രീ ശരീരത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന കൃതിയും ഉണ്ടായത്. അപ്പൊ നഗ്നത എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ മാനസികമായി വരുന്ന, സാംസ്കാരികമായി വരുന്ന ഒരു മാറ്റത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഒരു പ്രതിഭാസമായി മാറുന്നതാണ്. ഇതിനെ വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രബുദ്ധതയെ വർദ്ധിപ്പിച്ച മറ്റൊരു ഘടകം അച്ചടിയുടെ രംഗപ്രവേശമാണ്. 1820 നാഗർകോവിലിൽ LMS മിഷണറിമാർ ആദ്യത്തെ അച്ചുകൂടം തിരുവിതാംകൂറിൽ കേരളത്തിൽ സ്ഥാപിക്കുന്നത്. ആ അച്ചുകൂടം കണ്ട്, അതിന്റെ പ്രവർത്തനം കണ്ട് ഇഷ്ടപ്പെട്ട സ്വാതിരുന്നാള് തിരുവനന്തപുരത്ത് ഒരു അച്ചുകൂടം തുടങ്ങി. ഇന്നത്തെ ഗവൺമെന്റ് പ്രസിന്റെ തുടക്കം 1834 മറ്റോ ആണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സർക്കാർ പ്രസ് വരുന്നത്, അച്ചുകൂടം. നാഗർകോവിലെ LMS പ്രസിൽ പ്രവർത്തിച്ചിരുന്ന സമാധാനം എന്ന് പറയുന്ന ഒരാള്, സമാധാനം മേസ്തിരി, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നാണ് ഈ പ്രസിന്റെ പ്രവർത്തനം അദ്ദേഹം തുടങ്ങുന്നത്. എന്നറിയാം, ഇത് മരത്തിലാണ് അച്ചുകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ അക്ഷരത്തെ മരത്തിൽ കൊത്തിയെടുത്ത് അതാണ് മുദ്രകളാക്കി ഉപയോഗിച്ചത്, അച്ചുകളായി ടൈപ്പുകളായി ഉപയോഗിച്ചിരുന്നത്. നാഗർകോവിലെ LMS സ്കൂളിലെ ഇംഗ്ലീഷ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന റവറന്റ് ജോൺ റോസിനെയാണ് അടിച്ചു മാറ്റി തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂളിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഹെഡ് മാസ്റ്ററായിട്ട് സ്വാതിരുന്നാൾ നിയമിച്ചത്. അതാണ് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത്, മഹാരാജാസ് കോളേജായി മാറിയത്. അച്ചടിയുടെ പ്രയോജനം എന്താ? വിജ്ഞാനത്തിന്റെ വ്യാപനമാണ് അച്ചടി സഹായിച്ചത്. നേരത്തെ വിദ്യാഭ്യാസത്തിലൂടെ വിജ്ഞാനത്തിന്റെ വ്യാപനം ഉണ്ടായി. ആ വിജ്ഞാനത്തിന്റെ വ്യാപനത്തെ ത്വരിതപ്പെടുത്തിയത് പനയോലയിൽ എഴുതി, നാരായം കൊണ്ട് ഓലയിൽ എഴുതി സൂക്ഷിക്കുന്നതായിരുന്നു അന്നത്തെ പുസ്തകങ്ങൾ. ഒരാളിന് അത് എഴുതിയെടുത്ത് അയാൾക്ക് മാത്രമേ വായിക്കാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് മുമ്പ് വായിച്ച് കേൾപ്പിക്കണം. അതിപ്പോൾ മാറുന്നു. അച്ചടിച്ചപ്പോൾ കടലാസ് വന്നു. കടലാസിൽ അച്ചടിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ എളുപ്പമാണ്. അത് കാശുള്ളവർക്ക് വാങ്ങിച്ചു വയ്ക്കാൻ സാധിക്കും. അപ്പൊ വിജ്ഞാനത്തിന്റെ വ്യാപനം, അച്ചടി വിജ്ഞാനത്തെ വ്യാപിപ്പിച്ചു. വേറൊരുത്തി പറഞ്ഞ അച്ചടി പുരോഗമനത്തെ കൊണ്ടുവന്നു, പ്രബുദ്ധതയെ വികസിപ്പിച്ചു. ഇതിന്റെയൊക്കെ കൂടെ ഫലമായിട്ടാണ് അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നത്, അടിമ കച്ചവടം നിർത്തലാക്കുന്നത്. 1829 വിളംബര പ്രകാരം ഞാൻ സൂചിപ്പിച്ചു, ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാട്ടികൾക്ക് രണ്ടാം മുണ്ട് ധരിക്കാൻ, കുപ്പായം ധരിക്കാം.
1859 30 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിൻ പ്രകാരം, അത് മാധവറാവുവിന്റെ കാലത്താണ്, എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും കുപ്പായം ധരിക്കാം, രണ്ടാം മുണ്ട് ധരിക്കാം. 7-8 കൊല്ലം കഴിഞ്ഞപ്പോൾ 1865 തിരുവിതാംകൂർ സർക്കാർ അതാ പുതിയൊരു ഉത്തരവിറക്കി. ചാന്നാർ ജാതിയിൽപ്പെട്ടവരല്ലാത്ത പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും രണ്ടാം മുണ്ട് ധരിക്കാം, മാറ് മറയ്ക്കാം. അപ്പൊ നോക്കൂ, വസ്ത്രധാരണം, മാന്യമായ വസ്ത്രധാരണം എന്ന അവകാശത്തിനു വേണ്ടി നടത്തിയ കലാപം 1812-14 കാലത്ത് തുടങ്ങുന്ന കലാപം 1865 ഈ വിളംബരത്തോടു കൂടി ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ആ ഘട്ടത്തിലേക്ക് കടന്നത് കാരണം കേരളത്തിന്റെ, തിരുവിതാംകൂറിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നു. വസ്ത്രധാരണ ശീലം മാറുന്നു. വസ്ത്രം ഒരു സംസ്കാരത്തിന്റെ സൂചകമായി മാറുന്നു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ LMS മിഷണറിമാരുടെ സേവനത്തിന്റെ ഫലമായിട്ടാണ്, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായിട്ടാണ്, അച്ചടി വ്യാപിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക താല്പര്യം കൂടെ മിഷണറിമാരെ നയിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അതെന്താണ്? എന്തിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്നത്? 1600-ാം ആണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ അവർക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, യൂറോപ്യൻ കമ്പോളത്തിൽ അടക്കി വാഴുന്ന ഡച്ചുകാരുടെ വ്യാപാര കുത്തക തകർത്ത് ഇംഗ്ലീഷുകാർക്കത് വാങ്ങണം. ഡച്ചുകാർ യൂറോപ്പിൽ വിതരണം ചെയ്തിരുന്ന കുരുമുളകിന്, 1 പൗണ്ട് കുരുമുളകിന് 1 ഷില്ലിങ് വില വർദ്ധിപ്പിച്ചതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കാൻ കാരണം. ലണ്ടനിലെ 125 കച്ചവടക്കാർ ചേർന്ന് 1,25,000 പൗണ്ട് മൂലധനമായി ഉയർത്തി അവർ സ്ഥാപിച്ച സംഘടനയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ കാരണം മധ്യധരണ്യാഴിക്ക് കിഴക്കുള്ള പ്രദേശങ്ങളിൽ പോയി കച്ചവടം ചെയ്യാം. അന്നത്തെ രാജ്ഞിയായിരുന്ന എലിസബത്തിനോട് അനുവാദം ചോദിക്കും, എലിസബത്ത് അനുവാദം കൊടുക്കുന്നു. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വന്ന് ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ വിലയ്ക്ക് വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ വിറ്റ് ലാഭം ഉണ്ടാക്കുക. വമ്പിച്ച ലാഭമാണ് ഉണ്ടാകുക. കാരണം ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും, അത് യൂറോപ്പിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, ഏലം, ഇഞ്ചി, കറുവാപ്പട്ട, മേന്മയേറിയ വസ്ത്രങ്ങൾ, കാഠിന്യമേറിയ തടി സാധനങ്ങൾ, പിന്നെ കല്ല് പോലുള്ള നമ്മുടെ ഈ എന്താ പറഞ്ഞ പ്രത്യേക മൂല്യമുള്ള കല്ലുകൾ, സ്വർണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ വിറ്റ് കാശുണ്ടാക്കി. അങ്ങനെ കൊണ്ടുപോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമായിരുന്നു വസ്ത്രം, തുണി. തഞ്ചാവൂരിലെയും പിന്നെ ഉത്തരേന്ത്യയിലെയും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിരുന്ന മേന്മയേറിയ തുണിത്തരങ്ങൾ യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കി. ഇത് 1600-കളിൽ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിലെ 1600 തൊട്ട് 1700 എന്ന് കൂട്ടിക്കൊള്ളൂ. 18-ാം നൂറ്റാണ്ടാവുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞ തിരുവിതാംകൂറിന്റെ ഉദയം വരുമ്പോൾ മാർത്താണ്ഡവർമ്മ ഇവിടെ വേണാടിനെ തിരുവിതാംകൂറാക്കി മാറ്റുമ്പോൾ, ടിപ്പു കേരളം ആക്രമിക്കുമ്പോൾ യൂറോപ്പിൽ പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുവിലുമായി ഒരു വലിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടം ഉണ്ടാകും. അടിസ്ഥാന ശാസ്ത്രം വികസിക്കുന്നു, ആ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ പ്രയോഗം ഉണ്ടാകുന്നു. അങ്ങനെ ശാസ്ത്രം സാങ്കേതിക വിദ്യയായി പരിണമിക്കുന്നു. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് ഉൽപാദന യന്ത്രങ്ങൾ ഉണ്ടാകുന്നു. ആ യന്ത്രങ്ങളുടെ ഫലമായിട്ട് ഉൽപാദനം വർദ്ധിക്കുന്നു, അധ്വാനശേഷി ലഘൂകരിക്കപ്പെടുന്നു, ഉൽപാദനം വർദ്ധിക്കുന്നു, ഉൽപാദന മിച്ചമുണ്ടാകുന്നു. ആ ഉൽപാദന മിച്ചം യൂറോപ്യൻ കമ്പോളത്തിന് ആവശ്യമുള്ളതിനപ്പുറത്തായതുകൊണ്ട് അതിനെ ഏഷ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിലോ കൊണ്ടുപോയി വിറ്റ് ലോക കമ്പോളത്തെ വികസിപ്പിക്കുന്നു. നേരത്തെ ലോക കമ്പോളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ വിറ്റ് കാശുണ്ടാക്കിയിരുന്ന യൂറോപ്യൻ കച്ചവടക്കാർ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന അധിക ഉൽപ്പന്നങ്ങളെ ലോക കമ്പോളത്തിൽ വിറ്റ്, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ കമ്പോളത്തിൽ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിക്കും. അവിടെയാണ് ചാന്നാർ ലഹളയ്ക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട വസ്തു ഉയർന്നു വരുന്നത്. തുണിയാണല്ലോ ഈ വസ്തു. നേരത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലെ തുണിത്തരങ്ങൾ വാറ്റി യൂറോപ്പിൽ വിറ്റു, അങ്ങനെ കാശുണ്ടാക്കി.
പക്ഷെ 18-ാം നൂറ്റാണ്ടിന്റെ 1750 ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ടെക്സ്റ്റൈൽ നിർമ്മാണ വസ്ത്ര നിർമ്മാണ രംഗത്ത് വന്ന മാറ്റം, അതിന്റെ ആധുനികവൽക്കരണം അഥവാ യന്ത്രവൽക്കരണം. 1784 എഡ്മണ്ട് കാർട്ട്റൈറ്റ് എന്ന് പറയുന്നയാള് പവർ ലൂം കണ്ടുപിടിക്കുന്നത്. ഹാൻഡ് ലൂമിന്റെ സ്ഥാനത്ത് പവർ ലൂം, കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി. കൈത്തറി കൊണ്ട് 1 മണിക്കൂറിൽ 1 മീറ്റർ മുണ്ട് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളെങ്കിൽ കൈത്തറി ഒരു യന്ത്രത്തറി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് 100 മീറ്റർ ഉണ്ടാക്കാം. ഞാൻ ഒരു കണക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഉൽപാദനം വർദ്ധിച്ചു. ഉൽപാദനം വർദ്ധിച്ചപ്പോൾ കമ്പോളത്തിൽ അത് വിൽക്കണം, വില കുറച്ച് വിൽക്കേണ്ടതായി വരും. അങ്ങനെ വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് മുതലാവുകയില്ല. അതുകൊണ്ട് അവർ വസ്ത്ര കയറ്റുമതി തുടങ്ങി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്കും ലോക കമ്പോളത്തിലേക്കും വസ്ത്രം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. നേരത്തെ ഇന്ത്യൻ കമ്പോളത്തിൽ നിന്ന് വസ്ത്രങ്ങൾ യൂറോപ്യൻ കമ്പോളത്തിലേക്ക് ഇറക്കുമതി ഇംഗ്ലീഷുകാർ. ഇപ്പോഴാ തുണി കയറ്റുമതി എന്ന് വെച്ചാൽ തുണി വാങ്ങാൻ വന്നവൻ ഇപ്പോഴാ തുണി വിൽക്കാൻ വരും. അപ്പൊ തുണി വിൽക്കാൻ വരുന്നെങ്കിൽ എന്ത് വേണം? തുണിയുടെ ഉപയോഗം വർദ്ധിക്കണം. തുണിയുടെ ഉപയോഗം വർദ്ധിക്കണമെങ്കിലോ വസ്ത്രധാരണ ശീലത്തിൽ മാറ്റം വരുത്തണം. വസ്ത്രധാരണ ശീലത്തിൽ മാറ്റം വരണമെങ്കിലോ അത് സംസ്കാരത്തിന്റെ സൂചകമായി, അതാണ് സാംസ്കാരിക പ്രവർത്തനത്തിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഒരു നിയമം മുഖേന അടിച്ച് ഏൽപ്പിക്കാൻ കഴിയാത്ത കാര്യം സാംസ്കാരികമായ ഒരു പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിക്കും. അത് പണ്ട് മുതലേ ഭരണകൂടം ചെയ്തു വരുന്ന കാര്യമാണ്. അതിവിടെ ബ്രിട്ടീഷുകാരും ചെയ്യുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്നു. വസ്ത്രധാരണ ശീലത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെയാണ് LMS മിഷണറിമാർ സതുദ്ദേശപരമായി വസ്ത്രശുദ്ധി വരുത്തണം, ദേഹശുദ്ധി വസ്ത്രശുദ്ധി വരുത്തണം, രണ്ടാമൂട്ട് ധരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ആ ആവേശത്തിന് ഈ പാതിരിമാർ വളരെ പാവങ്ങളാണ്, സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തവരാണ്. അവരെ സാമ്പത്തികമായി സഹായിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമ്പത്തികമായി സഹായിച്ചപ്പോൾ സംഭവിച്ചത് മനുഷ്യരുടെ വസ്ത്രധാരണ ശീലത്തിൽ അല്പാൽപമായി മാറ്റം വരാൻ തുടങ്ങുന്നു. രണ്ടാം മുണ്ട് ഒരു പൗരാവകാശ ബോധമായി മാറുന്നു. വസ്ത്രധാരണത്തിൽ മാറ്റം വരുന്നു. കൂടുതൽ വസ്ത്രം വാങ്ങാൻ തുടങ്ങുന്നു. വസ്ത്രധാരണത്തിൽ ധാരാളിത്തം വരുന്നു. അങ്ങനെ ഇന്ത്യൻ കമ്പോളത്തിൽ യൂറോപ്യൻ ടെക്സ്റ്റൈൽ മില്ലുകളിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു. ലങ്കാഷെയറിലെയും യോർക്ക്ഷയറിലെയും മാഞ്ചസ്റ്ററിലെയും ലിവർപൂളിലെയും ടെക്സ്റ്റൈൽ മില്ലുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിൽക്ക് തുണി ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് കാശാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വിറ്റ് കാശാക്കാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ വസ്ത്രധാരണ രീതി മാറുന്നു. ആദ്യം സ്പോൺസർഷിപ്പ്, മിഷണറിമാർക്ക് ഈ തുണി സൗജന്യമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സൗജന്യമായി കിട്ടിയ തുണി ധരിച്ച് ഒരു ശീലമായപ്പോ, ശീലം മാറാതെ വന്നപ്പോ ശീല കൂടുതൽ വാങ്ങാൻ തുടങ്ങും. വസ്ത്രധാരണ ശീലം മാറിയപ്പോൾ കൂടുതൽ തുണി കൂടുതൽ വാങ്ങേണ്ടതായി വന്നു. അങ്ങനെ വസ്ത്ര വിപ്ലവം കേരളത്തിൽ സംഭവിച്ചു. ആ വസ്ത്ര വിപ്ലവം ഇപ്പോഴും തുറന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിലേറെ വസ്ത്രം വാങ്ങി ഒരു തവണ ധരിച്ചിട്ട് വീണ്ടും മൂടിക്കെട്ടി വെച്ച് നശിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പോഴും ഉണ്ട്. ആ ശീലം തുടങ്ങുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രയോഗമാണ്. പാവ മിഷണറിമാർ അതിന്റെ ഉപകരണങ്ങളായി. അതിന്റെ അനുഭവം വന്നത് തിരുവിതാംകൂറിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വന്നു എന്ന രീതിയിലാണ്. ഇവിടെ പരോക്ഷമായി സംഭവിക്കുന്ന കാര്യം യൂറോപ്യൻ കമ്പോളത്തിലെ മാറ്റം, യൂറോപ്യൻ വ്യാവസായിക മേഖലയിലെ മാറ്റം തിരുവിതാംകൂറിന്റെ സാമൂഹ്യ രംഗത്ത് മാറ്റമുണ്ടാക്കുന്നു. യൂറോപ്യൻ കമ്പോളത്തിൽ മുതലാളിത്തത്തിന്റെ ഉയർച്ച വന്നപ്പോ അതിന്റെ ഫലമായിട്ട് മൂലധനം ഉണ്ടായപ്പോൾ ആ മൂലധനം ഇവിടെ നിക്ഷേപിക്കാൻ അവസരം കിട്ടുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം 1860-കൾക്ക് ശേഷം മാർക്സ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കാണാത്ത ഒരു പ്രതിഭാസം മുതലാളിത്തത്തിനകത്ത് സംഭവിച്ചു എന്ന് പിന്നീട് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ആദ്യം ചൂണ്ടിക്കാണിച്ച ചില ബ്രിട്ടീഷ് ചരിത്രകാരൻ A.J. ഹോബ്സൺ പോലുള്ള ചരിത്രകാരന്മാരാണ്. പിന്നെ ലെനിൻ പറയുന്നു മൂലധനത്തിന്റെ പ്രയോഗത്തിൽ മാറ്റം വന്നിരിക്കുന്നു, മുതലാളിത്തം സാമ്രാജ്യത്വമായി വികസിച്ചു എന്ന് പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ മുതലാളിമാർ തമ്മിൽ കടുത്ത വ്യാപാര മത്സരം ഉണ്ടായപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മൂലധനം നിക്ഷേപിക്കുന്നത് ലാഭകരമല്ല എന്ന് തോന്നി തുടങ്ങിയാൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വന്ന് മൂലധനം നിക്ഷേപിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ആദ്യം മൂലധനം നിക്ഷേപിക്കാൻ തുടങ്ങിയത് തോട്ടം മേഖലയിലാണ്. വനമേഖല വെട്ടി വെളിവാക്കി യൂറോപ്യൻ കമ്പോളത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള തോട്ടം കൃഷി, കാഷ് ക്രോപ്സ് എന്നൊക്കെ പറയുന്ന നാണ്യവിളകളുടെ ഉൽപാദനം അല്ലെങ്കിൽ നാണ്യവിളകളുടെ കൃഷി ആരംഭിക്കുന്നു. ആ നാണ്യവിളകളുടെ കൃഷി ആരംഭിക്കുന്ന ആ ഘട്ടത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ മുതലാളിമാർ തമ്മിലുള്ള മത്സരത്തിന്റെ ഫലമായി മൂലധനം നിക്ഷേപിക്കാനായി അവർ ലോക സഞ്ചാരം നടത്തുന്ന ഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ
65 ഭണ്ഡാരപ്പാട്ട വിളംബരം സംഭവിക്കുന്നതും ഭൂമി വിൽപ്പന ചരക്കായി മാറുന്നതും. ആ ചരക്ക് വാങ്ങിക്കാൻ യൂറോപ്യൻ മുതലാളിമാർ ക്യൂ നിൽക്കുന്നു. അവരെ കയ്യിൽ മൂലധനമുണ്ട്, ഇവിടെ ഇതാ വിൽക്കാൻ ഭൂമിയുണ്ട്. വിൽക്കാൻ ഭൂമി അവകാശം കിട്ടുന്നു കുടിയാന്മാർക്ക്. അങ്ങനെയാണ് 1865 ഭണ്ഡാരപ്പാട്ട വിളംബരത്തിന്റെ ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത്, അഥവാ പ്രതിഫലനം എന്ന് പറയുന്നത് 1869 മൂന്നാറിൽ 3000 ഏക്കർ ഭൂമി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൺറോ സാഹിബിന്റെ പൗത്രൻ മൺറോ വിലയ്ക്ക് വാങ്ങുന്നു. 3000 ഏക്കർ വനഭൂമി. ദേവികുളം, മൂന്നാർ, പീരുമേട് എന്നൊക്കെ പറഞ്ഞ കൊടും വനമാണെന്ന് സാഹിത്യകാരന്മാര് പറയുന്നത് പോലെ കല്ലുകരട്, കാഞ്ഞിരംകുറ്റിയും മുള്ളുമരുടെ മൂർഖൻ പാമ്പും മാത്രമുള്ള സിംഹം, വ്യാഘ്രാദി ഹിംസ ജന്തുക്കൾ മാത്രമുള്ള വനഭൂമിയിൽ എന്തിനിയാള് മൂലധനം മുടക്കി, എന്തിനോണ്ട് പണം കുഴിച്ചിട്ടു? അയാൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. മൂലധനം നിക്ഷേപിച്ചവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിൽപ്പന ചരക്കായ ഭൂമി സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റം വരുത്തുന്നു. അത് സാമൂഹ്യ രംഗത്ത് പ്രതിഫലനം ഉണ്ടാകുന്നു. ആ പ്രതിഫലനം എന്ന് പറയുന്നത് ഈ വനഭൂമി വെട്ടി വെളിവാക്കാൻ ആയിരക്കണക്കിന് മനുഷ്യരുടെ അധ്വാന ശേഷി ആവശ്യമാണ്. അധ്വാന ശേഷി വനത്തിൽ എവിടുന്ന് കിട്ടും? വനത്തിൽ അധ്വാന ശേഷിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴ്വാരത്തിൽ നിന്ന് കൊണ്ടുവരണം. താഴ്വാരത്തിൽ നിന്ന് ആരും വരില്ല. കാരണം എന്താ? ജാതീയമായ ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയിൽ കുലത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. തെങ്ങ് കയറ്റം എന്റെ കുലത്തൊഴിലാണ്, പന കയറ്റം എന്റെ കുലത്തൊഴിലാണ്, നിലംകൃഷി എന്റെ കുലത്തൊഴിലാണ്, മുടിമുറിക്കൽ എന്റെ കുലത്തൊഴിലാണെന്ന് വിചാരിക്കുന്നവൻ പരമ്പരാഗതമായ കുലത്തൊഴിൽ വിട്ട് വേറൊരു ജോലി ചെയ്യാൻ തയ്യാറാവില്ല. അപ്പൊ മാനസികമായ അയാളുടെ മാറ്റം വരുത്തണം. അതിന് ക്രൈസ്തവ സഭകൾ അതിന് പ്രേരകമായി, വിദ്യാഭ്യാസ വ്യാപനം പ്രേരകമായി. അങ്ങനെ ജാതി അടിമത്തത്തിൽ കിടന്ന ആൾക്കാർ ഈ വനഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടും. അതിന്റെ ഫലം, അതിന്റെ ഒരു മുന്നൊരുക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നു, ഊഴിയ വേല നിർത്തലാക്കുന്നു. ഏതെങ്കിലും ജന്മിയുടെ പാടത്ത് പരമ്പരാഗതമായി പറമ്പിൽ അല്ലെങ്കിൽ വരമ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ കുടില് കെട്ടി കിടന്നിരുന്നവനെ ഇപ്പൊ എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ള അവസ്ഥ വരുന്നു. അവനിനി അടിമയല്ല, അവന് ഊഴിയ വേല ചെയ്യേണ്ടതില്ല, അവന് പ്രതിഫലം കിട്ടണം. നേരത്തെ വൈകുണ്ഠസ്വാമി പറഞ്ഞുവല്ലോ, വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന്. അങ്ങനെ കൂലി കിട്ടാൻ അവസരമുണ്ടായി. അങ്ങനെ ഈ തൊഴിലാളികളിൽ ചിലർ, ഈ അടിയാളന്മാരിൽ ചിലർ തോട്ടം മേഖലയിലേക്ക് കുടിയേറി. അങ്ങനെ കുടിയേറി ചെന്നവർ ജാതി അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടുവെങ്കിലും വേറൊരു അടിമയായി മാറുന്നു, കൂലി അടിമയായി മാറുന്നു. ജാതി അടിമ കൂലി അടിമയായി മാറുന്നു. ഈ താഴ്വാരത്ത് നിന്നും ജാതി വ്യവസ്ഥയിൽ നിന്നും പോയവരെ കൊണ്ട് അവിടുത്തെ വനഭൂമി മാത്രം വെട്ടിവെളിക്കാൻ എന്നൊക്കെയുള്ള മാൻ പവർ ഇല്ല, അല്ലെങ്കിൽ മനുഷ്യശേഷിയില്ല. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് കമ്പം, തേനി ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങി കമ്പം, തേനി, സേലം, ഇപ്പുറത്ത് മധുര തുടങ്ങിയ തമിഴ് ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് കുടിയേറി. അങ്ങനെയാണ് ഈ തമിഴ്, നമ്മുടെ കുമിളി, മൂന്നാർ, ദേവികുളം, പീരുമേട് മുതലായ സ്ഥലങ്ങളിൽ തമിഴ് ഭൂരിപക്ഷമുള്ള തമിഴ് പോപ്പുലേഷൻ, തമിഴ് ജനസംഖ്യ വരുന്നത് അങ്ങനെയാണ്. ഈ വനഭൂമി വെട്ടി ഒഴിവാക്കിയതിന്റെ ഫലമായിട്ടാണ്. ഈ വിദേശ മൂലധനം ഇവിടെ നിക്ഷേപിക്കപ്പെട്ടതുപോലെ തന്നെ സ്വദേശി മൂലധനവും അല്പാൽപമായി വരുന്നു. യൂറോപ്പിലുണ്ടായ യന്ത്രവൽക്കരണം തിരുവിതാംകൂറിലും മലബാറിലും പ്രത്യക്ഷപ്പെടുന്നു. പായ്ക്കപ്പലുകളുടെ സ്ഥാനത്ത്, കേവ് വള്ളങ്ങളുടെ സ്ഥാനത്ത് സ്റ്റീം ബോട്ടുകൾ വരുന്നു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വരുന്നു. LMS-കാരാണ് തുടങ്ങി വെക്കുന്നത്. യന്ത്രത്തറി വരുന്നു. കൈകൊണ്ട് പിരിച്ചിരുന്ന കയറിന്റെ സ്ഥാനത്ത് റാട്ടുകൾ വരുന്നു. അല്പം കഴിഞ്ഞപ്പോ യന്ത്രം വരുന്നു. അപ്പൊ ക്രമേണ യന്ത്രവൽക്കരണം, യൂറോപ്പിലെ യന്ത്രവൽക്കരണം, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവിടെ പറഞ്ഞ ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞ യന്ത്രവൽക്കരണം ഇവിടെയും സംഭവിക്കുന്നതിന്റെ പ്രതിഫലനം ഇവിടെയും ഉണ്ടാകുന്നു. അപ്പൊ കേരളത്തിൽ പുതിയ പുതിയ യന്ത്രങ്ങൾ വരുന്നു. ആ പുതിയ യന്ത്രങ്ങളുടെ നടത്തിപ്പിനായി പുതിയ ആൾക്കാരെ ആവശ്യമായിരുന്നു. പുതിയ യന്ത്രങ്ങളുടെ നടത്തിപ്പിന് ജാതിയിൽപ്പെട്ടവൻ വേണ്ട. പരമ്പരാഗതമായി മുടി മുറിക്കാൻ ഒരു ജാതിയുണ്ട്, പരമ്പരാഗതമായി പന കയറാൻ ഒരു ജാതിയുണ്ട്. പക്ഷെ ഇവിടെ പുതുതായിട്ട് വന്ന സ്റ്റീം ബോട്ട് ഓട്ടിക്കാൻ ഏതെങ്കിലും ജാതിക്കാരന് ആവശ്യമില്ല. അതിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളിയെ മതി. വനഭൂമി വെട്ടി വെളിയാക്കാൻ നിലത്തിൽ കൃഷി ചെയ്യുന്ന പൊലയൻ തന്നെ പോകണമെന്നില്ല. കൊടുവാളും പിന്നെ വെട്ടുകത്തിയും വെച്ചുകൊണ്ട് ആ വനഭൂമി വെട്ടി വെളിവാക്കാൻ ആർക്കും സാധിക്കും. അവിടെ ജാതി ആവശ്യമില്ല. റാട്ട് പിരിക്കുന്ന അല്ലെങ്കിൽ കയറ് പിരിക്കുന്ന തൊഴിലാളിക്ക് അല്ലെങ്കിൽ ആ യന്ത്രം കൈകാര്യം ചെയ്യുന്നവന് ജാതി ആവശ്യമില്ല. സ്റ്റീം ബോട്ടുകൾ ഓടിക്കുന്ന ഡ്രൈവർക്ക് വണ്ടി അല്ലെങ്കിൽ അതിന് ജാതിയാവും. ജാതിക്ക് അതീതമായ പരമ്പരാഗതമായ കുലത്തൊഴിലുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ജാതി
അപ്പുറത്തേക്കുള്ള ഒരു സാമ്പത്തിക ഒരു തൊഴിൽ മേഖല വികസിച്ചു വരുന്നു. അത് ജാതിയെ അനാവശ്യമാക്കുന്നു, ജാതിയെ ദുർബലപ്പെടുത്തുന്നു. അപ്പൊ പല ഘടകങ്ങൾ ഇവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി കാണാം. എന്താണ് ആ പല ഘടകങ്ങൾ? അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റം. ഭൂമി കൈവശം വെച്ചവർ അധ്വാനിച്ച് മധ്യവർഗമായി വളർന്ന കാര്യം. കൊപ്രയും കയറും കച്ചവടത്തിനപ്പുറം കഞ്ചാവും കള്ളും കച്ചവടം ചെയ്യുന്ന പുതിയ മധ്യവർഗം വളർന്നു വരുന്നു. ഈ മധ്യവർഗത്തിന്റെ താല്പര്യമാണ് വിദ്യാഭ്യാസ വ്യാപനം. അങ്ങനെയാണ് താലൂക്കുകളിൽ നിന്നും വിദ്യാഭ്യാസം വില്ലേജുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്നു. നേരത്തെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ തുടങ്ങിയിരുന്ന LMS മിഷണറിമാർക്ക്, കോട്ടയത്തെ CMS മിഷണറിമാർക്ക്, കൊച്ചിയിലെ പിന്നെ CMS മിഷണറിമാർക്ക് സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നു. സ്വകാര്യ രംഗത്തെ വിദ്യാഭ്യാസ സംരംഭകരെ സർക്കാർ സാമ്പത്തികമായി സഹായിക്കുന്ന ഗ്രാന്റ് എയ്ഡ് സമ്പ്രദായം 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവിടുത്തെ ഏജന്റ് ആയിരുന്ന, ബോർഡ് ഓഫ് കൺട്രോളിന്റെ മെമ്പർ ആയിരുന്ന ആളായിരുന്നു സർ ചാൾസ് വുഡ്. ആ സർ ചാൾസ് വുഡ് ഇന്ത്യൻ ഗവർണർ എഴുതിയ കത്തിന്റെ പേരാണ് വുഡ്സ് ഡെസ്പാച്ച്. ആ വുഡ്സ് ഡെസ്പാച്ചിലാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകണം എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അങ്ങനെയാണ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI എന്ന പുതിയ ഉദ്യോഗസ്ഥൻ രംഗത്ത് വരുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചിന്റെ ഫലമായിട്ടാണ്. അത് തിരുവിതാംകൂറിൽ നടപ്പിലാക്കുന്നു. 1864 തിരുവിതാംകൂറിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സമ്പ്രദായം. അന്ന് സ്വകാര്യ വിദ്യാലയങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മാത്രമേ ഉള്ളൂ, സ്വകാര്യ വ്യക്തികൾക്കില്ല. മറ്റ് ജാതി സംഘടനകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. NSS ഇല്ല, SNDP ഇല്ല, മറ്റു ചാന്നാർ സംഘടനയില്ല, ഒരു സംഘടനയും ഇല്ല. അതുകൊണ്ട് ജാതി സംഘടനകൾ വിദ്യാലയങ്ങൾ തുടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മതസംഘടനയായ ക്രൈസ്തവ മിഷണറിമാർക്ക് മാത്രമാണ് അന്ന് വിദ്യാലയങ്ങൾ. ആ വിദ്യാലയങ്ങൾക്കാണ് ഗ്രാന്റിന് ഒരു സമ്പ്രദായം. ആ വിദ്യാലയങ്ങൾ അറിയപ്പെടുന്നത് ഗ്രാൻഡ് സ്കൂൾ എന്നാണ്. ഇവിടെ രസകരമായ ഒരു വസ്തുത വെളിപ്പെടുത്താനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാധവറാവുവിന്റെ കാലത്തുള്ള കള്ളു കച്ചവടം, കഞ്ചാവ് കച്ചവടം, കറുപ്പ് കച്ചവടം ഒക്കെ തുടങ്ങി അതിന്റെ ഫലമായിട്ട് സാമ്പത്തിക ശേഷി മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെട്ട് കിട്ടിയ 20,000 രൂപ 1860കളിലെ 20,000 രൂപയാണ് 1864 വിദ്യാഭ്യാസ ഗ്രാന്റിനായി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. എന്നുവെച്ചാൽ കഞ്ചാവും കള്ളും വിറ്റ് കിട്ടിയ കാശ് വിദ്യാഭ്യാസ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കള്ളു വിറ്റ് കിട്ടിയ കാശ്, കഞ്ചാവ് വിറ്റ് കിട്ടിയ കാശ്, പുകയില വിറ്റ് കിട്ടിയ കാശ് പള്ളിക്കൂടത്തിൽ പിള്ളേരുടെ വിദ്യാഭ്യാസ വ്യാപനത്തിനും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശമ്പളത്തിനും വേണ്ടി ഉപയോഗിക്കാമെന്നൊരു നൈതിക പ്രശ്നം തോന്നിയേക്കും. ആ പ്രശ്നം ഇന്നും ഉണ്ടല്ലോ. നാട്ടുകാർ കള്ളു കുടിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ ശമ്പളം മുടങ്ങൂല്ലേ? സർക്കാരിന്റെ വരുമാനത്തിലെ ഒരു പ്രധാന ഭാഗം കിസ്ത് ആണ്. അതായത് അബ്കാരി നിയമപ്രകാരമുള്ള കാശ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ശമ്പളം, നമ്മുടെ ചെലവിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനം അതിൽ നിന്നാണ് വരുന്നത്. അപ്പോ നൈതികതയും ധാർമ്മികതയും ഇവിടെ പ്രശ്നമല്ല. വിദ്യാഭ്യാസ രംഗത്ത് വ്യാപനം ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു. ഈ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ ആർക്കാ കഴിയുക? സൗജന്യ വിദ്യാഭ്യാസം ഇല്ല കേട്ടോ, ഫീസുണ്ട്. ആ ഫീസിന്റെ കണക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ചക്രക്കണക്കിനാണ്. കാശ് ചക്രം എന്നൊക്കെയാണ്. 4 ഏക്കർ 8 ഏക്കർ എന്നൊക്കെയുള്ള കണക്കുണ്ട്. ക്രൈസ്തവ മിഷണറിമാർ ചില സാധു വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ പിടിയേരി പിടിച്ചിട്ടാണ്. ഒരു ഉദാഹരണം പറയാനുള്ളത്, നമ്മുടെ ചാവറയച്ചൻ കോട്ടയത്ത് മാന്നാനത്ത് ഒരു പള്ളി സ്ഥാപിച്ചു. 1846-ലോ 47-ലോ കണ്ടാണ്. ചാവറയച്ചനെ കുറിച്ച് ഞാൻ പറയണ്ടില്ല, കാരണം കേരളത്തിലെ ഈ സാമൂഹിക പരിഷ്കരണ രംഗത്ത് പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ ഇടയ്ക്ക് പുരോഗതി കൈവരിക്കാൻ, പിന്നെ പുരോഗമനം ഉണ്ടാകാൻ ശ്രമിച്ചയാളാണ്. അതിന് അദ്ദേഹം ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ചടി വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. അച്ചടി 1820കളിൽ LMS ഋഷിമാർ നാഗർകോവിലിൽ തുടങ്ങുന്നു. 834 തിരുവിതാംകൂർ രാജാവ് തന്നെ സർക്കാർ ഉടമസ്ഥതയിൽ പ്രസ് കൊണ്ടുവരുന്നു. 1840കളുടെ അവസാനമാകുമ്പോഴേക്കും ഈ ചാവറയച്ചൻ അദ്ദേഹത്തിന്റെ പള്ളിയിൽ അച്ചടി സ്ഥാപിക്കുന്നു. പക്ഷേ സാങ്കേതിക വിദഗ്ധനെ കിട്ടാനില്ല.
അതുകൊണ്ട് അദ്ദേഹം സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. തങ്ങളുടെ തിരുവനന്തപുരത്തെ സർക്കാർ അച്ചുകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ, ഒരു മേസ്തിരിയെ മാന്നാനത്ത് താൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളിയിലേക്ക് സഹായത്തിന് അയക്കണമെന്ന് പറയുന്നു. രാജാവ് കൊടുക്കുന്നില്ല, ഗവൺമെന്റ് കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിനകത്ത് നുഴഞ്ഞു കയറി. ചാവറയച്ചൻ അദ്ദേഹത്തിന്റെ ഒരു ശിങ്കിടി അതിനകത്ത് നുഴഞ്ഞു കയറ്റി ഈ വിദ്യ പഠിപ്പിച്ച് അവനെ പുറത്തു കൊണ്ടുപോകും. അയാളുടെ സഹായത്തോടെയാണ് മാന്നാനത്ത് അച്ചുകൂടം സ്ഥാപിക്കുന്നത്. മാന്നാനത്ത് ഈ അച്ഛൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിടിയേരി പിരിക്കലാണ്. തന്റെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ പട്ടിണിക്കാരാണ്, അതുകൊണ്ട് പിള്ളേർ പഠിക്കാൻ വരില്ല. വീട്ടിലായിരുന്ന വല്ല പറങ്കി വാങ്ങ തിന്നോ, അല്ലെങ്കിൽ വല്ല കരിക്കടിച്ച് തിന്നോ, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചോ കിടക്കാൻ പറ്റും. പള്ളിക്കൂടത്തിൽ നിന്നോ പച്ചവെള്ളം കുടിക്കാനും ഒക്കില്ല, കരിക്കും കിട്ടൂല, കശുമാങ്ങയും കിട്ടൂല, പട്ടിണിയാവും. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന ബോധത്തിലേക്ക് ചാവറയച്ചൻ എത്തുന്നു. അതുകൊണ്ട് അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി പിടിയേരി പിരിച്ചു. വാസ്തവത്തിൽ ആദ്യമായി ഉൽപ്പന്ന പിരിവ് നടത്തുന്നയാൾ ചാവറയച്ചൻ. അങ്ങനെ കിട്ടുന്ന എല്ലാ വീടുകളിലും കയറി. ക്രൈസ്തവ വിശ്വാസികളുടെ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ വീട്ടിൽ മാത്രമല്ല, പ്രമാണിമാരുടെ, നായന്മാരുടെയും നമ്പൂരിമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ വീട്ടിൽ കയറി. അവിടെയൊക്കെ കയറി പിടിയേരി പിരിച്ചു. ആ കൊണ്ടുവന്ന ഭക്ഷണം പള്ളിയിൽ സൂക്ഷിച്ചിട്ട് അവിടെ കഞ്ഞി വെച്ച് കുട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെ വിദ്യാഭ്യാസം, കഞ്ഞിവെള്ളം കൊടുത്ത് കഞ്ഞിവെള്ളം കാണിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിച്ചു. അങ്ങനെ വേണം പറയാൻ. അതിന്റെ ഫലമായിട്ടാണ് ആ പ്രദേശത്ത് വിദ്യാഭ്യാസ വ്യാപനം ഉണ്ടാകുന്നത്. അതാണ് ചാവറയച്ചന്റെ മഹത്വം എന്ന് പറയുന്നത്. അച്ചടിയും വ്യാപിപ്പിച്ചു, വിദ്യാഭ്യാസവും വ്യാപിപ്പിച്ചു. അതിന്റെ ചെലവിലേക്കായി പിടിയേരി പിരിച്ചു നടന്നു അച്ഛൻ അർത്ഥം. കഴിയാത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുന്നത് ഗ്രാന്റ് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഗ്രാന്റ് കിട്ടി, സർക്കാർ ഖജനാവിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നു. അപ്പൊ വിദ്യാഭ്യാസ വ്യാപനം ഉണ്ടാവും. ആരാണ് വിദ്യാഭ്യാസ വ്യാപനത്തിലേക്ക് പോകുന്നത്? ഈ സാമ്പത്തികമായി വളർന്നു വരുന്ന മധ്യവർഗം. അവർക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നു, അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുന്നു, പാശ്ചാത്യ ആശയങ്ങൾ കിട്ടുന്നു. അപ്പൊ പാശ്ചാത്യ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ആ പാശ്ചാത്യ ആശയങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും കേരളത്തിലും ഒക്കെ നിൽക്കുന്ന കാര്യങ്ങൾ അനാചാരങ്ങളാണ് എന്ന്, നിയമവിരുദ്ധമാണ് എന്ന്, പുരോഗമന വിരുദ്ധമാണ് എന്ന്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന്, ബ്രിട്ടീഷ് പാർലമെന്റിനെ പോലെ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതിലുള്ള വിലാപം ഒക്കെ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ 1860-കൾക്ക് ശേഷം സംഭവിക്കുന്നു. അതിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് 1864-ൽ സ്വാതിനാൾ സ്ഥാപിച്ച രാജാസ് ഫ്രീ സ്കൂള് ഹയർ ബ്രാഞ്ച് ഓഫ് എഡ്യൂക്കേഷനായി മാറുന്നു. അന്നത്തെ പേരതാണ് ഹയർ ബ്രാഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ. ആ ഹയർ ബ്രാഞ്ച് ഓഫ് എഡ്യൂക്കേഷന്റെ യൂണിവേഴ്സിറ്റി കോളേജ് 1866-ൽ മഹാരാജാവ് അദ്ദേഹത്തിന്റെ മഹാരാജാസ് സ്കൂൾ മഹാരാജാസ് കോളേജ് ആക്കി മാറ്റുന്നു. അത് പിന്നീടാണ് യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത്. അപ്പോ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രവും കേരളത്തിലേക്ക് വരുന്നു, തിരുവിതാംകൂറിലേക്ക് വരുന്നു. പ്രബുദ്ധതയുടെ ഒരു യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ്. അച്ചടിയുടെ മാറ്റം, അച്ചടി കൊണ്ടുവന്ന മാറ്റം പറഞ്ഞു ഞാൻ. അതിന് തൊട്ടു മുമ്പത്തെ നൂറ്റാണ്ടിൽ തന്നെ ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്ന കലകൾ, സാഹിത്യം തെരുവിലേക്ക് ഇറങ്ങി വന്നു, റോഡിലേക്ക് ഇറങ്ങി വന്നു, അടിയാളന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, തുള്ളലിലൂടെ എന്ന് ഞാൻ പറഞ്ഞു. ആ 18-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ഒരു വിദേശ സഞ്ചാര സാഹിത്യം മലയാളത്തിൽ ഒരു ഗദ്യ സാഹിത്യം പ്രത്യക്ഷപ്പെടുന്നത്. അതിനു മുമ്പ് ഗദ്യ സാഹിത്യമില്ല, കാവ്യങ്ങളേ ഉള്ളൂ. സാഹിത്യരംഗത്ത് വന്ന മാറ്റം എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിനെ മഥിച്ചത് എന്ന്, മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയത് എന്ന് ഉള്ള ഏറ്റവും നല്ല ഉദാഹരണമാണത് ഗദ്യ സാഹിത്യം. നേരത്തെ ഗദ്യ സാഹിത്യം രാജാക്കന്മാരുടെ ശാസനങ്ങളിലേ ഉള്ളൂ. നേരത്തെ ഉള്ള തെരീസാപ്പള്ളി ചെപ്പേടോ അല്ലെങ്കിൽ ജൂതച്ചെപ്പേടോ ഭാസ്കരവർമ്മന്റെ ചെപ്പേടോ ഒക്കെയാണ് ഗദ്യ സാഹിത്യത്തിലുള്ളത്. ആ ഗദ്യ സാഹിത്യം കഴിഞ്ഞ് അച്ചടി സാഹിത്യത്തിലൂടെ ഇതാ വരുന്നു പിന്നെ ഗദ്യ സാഹിത്യം. അത് വർത്തമാന പുസ്തകം. കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തെ ക്രൈസ്തവ സഭയ്ക്ക് അകത്ത് കിടക്കുന്ന ചില അനാചാരങ്ങളെയും അഴിമതികളെയും പറ്റി പോപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് 2 പുരോഹിതന്മാർ ഇവിടുന്ന് പോവുകയാണ്. പാറയമ്മാക്കൽ തോമാ കത്തനാരും ഒരു കൂട്ടുകാരനും കൂടെ. അവര് ഗോവയിൽ ചെല്ലുന്നു. ഗോവയിൽ നിന്ന് കപ്പലിൽ കയറി പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ എത്തുന്നു. ലിസ്ബണിൽ നിന്നൊരു പാസ്പോർട്ട്, ഒരു പെർമിഷൻ വിസ എന്നൊക്കെ പറയാം, അത് വാങ്ങിയിട്ട് റോമിൽ കാണുന്നു. ബോബിനെ കണ്ട് യാവലാതി എല്ലാം പറയുന്നു. തിരിച്ചു മടങ്ങി തിരിച്ച് ഗോവയിലെത്തുമ്പോൾ ഒരാൾ അവിടെ മരിക്കുന്നു. കത്തനാർ തിരിച്ചു വന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വർത്തമാന പുസ്തകം. കേരളത്തിൽ നിന്ന് ഗോവ വഴി ലിസ്ബൺ വഴി റോമിലേക്ക്, റോമിൽ നിന്ന് തിരിച്ചും വന്ന കഥ.
ആദ്യത്തെ സഞ്ചാര സാഹിത്യം മലയാള ഗദ്യത്തിലാണ്. അപ്പൊ ഗദ്യ സാഹിത്യം വരും. ഈ ഗദ്യ സാഹിത്യം പാതിരി സാഹിത്യം, അങ്ങനെ പാതിരി മലയാളം എന്നൊരു മലയാളം ഇവിടെ ഉണ്ടാകുന്നു. മലബാറിൽ അറബി മലയാളം ഉണ്ടായതുപോലെ തിരുക്കൊച്ചി പ്രദേശങ്ങളിൽ പാതിരി മലയാളം, അങ്ങനെ ഒരു പുതിയ മലയാളം വരുന്നു, ഗദ്യ സാഹിത്യം വരുന്നു. ഈ ഗദ്യ സാഹിത്യത്തിന്റെ അടുത്ത ഘട്ടമാണ് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ പാദത്തിൽ അച്ചടി വന്നപ്പോ പുസ്തകങ്ങൾ ആദ്യം അച്ചടിച്ചു, പിന്നെ മാസിക അച്ചടിച്ചു, മാസിക വാരികയായി ആഴ്ചക്കൊരിക്കലായി, വാരിക ദിനപത്രമായി മാറി. അപ്പൊ ഇതെല്ലാം വിജ്ഞാന വ്യാപനമാണ്. അച്ചടി വികസിക്കും. ആ അച്ചടിയുടെ വികാസത്തോടെ തന്നെ എഴുത്തുവിദ്യ വികസിക്കുന്നു. എഴുത്തുവിദ്യയിൽ വമ്പിച്ച വിപ്ലവം എന്ന് വെച്ചാൽ മാറ്റം സംഭവിക്കുകയാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ തിരുവിതാംകൂറിലും കേരളത്തിലും എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഓലയും നാരായവുമാണ്. അപ്പൊ ഒരുത്തൻ ഒരിക്കൽ എഴുതിയിട്ട് അവനെ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരുത്തൻ മോഷിച്ചാലേ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുത്തൻ വേറൊരുത്തനെ വായിച്ച് കേൾപ്പിക്കാം. അപ്പൊ വിജ്ഞാനം പരിമിതമാണ്. ആരുടെ കയ്യിലാണോ ഓലക്കെട്ടിരിക്കുന്നത്, ആരുടെ കയ്യിലാണോ ഗ്രന്ഥം, അതിന് പറയുന്ന ഗ്രന്ഥം എന്നാണ്. ഈ ഓലക്കെട്ടിന്റെ പേര് ഗ്രന്ഥം എന്നാണ്. പുസ്തകം എഴുതി വെച്ച് കെട്ടി ഒരു ചട്ടുകൊണ്ട് കെട്ടി നടുക്ക്, ഈ ഓലയുടെ നടുക്കൊരു തുളയിട്ട് അതിൽ നൂല് കടത്തി കെട്ടിവെക്കുക, അതാണ് ഗ്രന്ഥം. മാർത്താണ്ഡവർമ്മ ഈ നമ്മുടെ CV രാമൻപിള്ളയുടെ, അതായത് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദേശത്തിലാണ് നോവൽ എഴുതുന്നത്. CV രാമൻപിള്ളയുടെ പിന്നെ ആ നോവലിലൊക്കെ പറഞ്ഞ എന്തരി കരന്തം കൊച്ചമ്മ എന്ന് ചോദിക്കുന്ന ഒരു സഞ്ചാരം, ഒരു വായനയുണ്ടല്ലോ പ്രാദേശിക മലയാളത്തിൽ. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചമ്മയോട് വേലക്കാരി ചോദിക്കുന്നത് എന്തരി കരന്തം കൊച്ചമ്മ എന്ന്. ഗ്രന്ഥം അത് ഓലക്കെട്ടാണ്. ആ ഓല കൊണ്ടും നാരായം കൊണ്ടുള്ള പ്രയോഗവേദ കടലാസും പെൻസിലുമായി മാറും. കടലാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ കടലാസിൽ പെൻസിൽ കൊണ്ട് എഴുതാൻ സാധിക്കും. പെൻസിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മുക്കുമഷി പേനയിലേക്ക് മാറുന്നു. മഷിക്കുപ്പി എന്ന പുതിയ പ്രതിഭാസം വരുന്നു. അന്ന് മഷിക്കുപ്പികളെ കൊണ്ട് ഒരുപാട് സൗകര്യമുണ്ട്. ആരെങ്കിലും പുറത്തൊക്കെ ഒഴിക്കാനുള്ള സൗകര്യമായിരുന്നു. ഇന്നാണെങ്കിൽ പിന്നെ മഷിക്കുപ്പി എഴുതിക്കൊണ്ട് പോകാനൊക്കെ വലിയ പാടാണ്. ഞാൻ പള്ളിക്കൂടത്തിൽ മഷിക്കുപ്പിയും കൊണ്ട് പോയ ആളാണ്. എന്റെ പാഠപുസ്തകത്തിൽ ഇങ്ക് പോട്ട് മഷിക്കുപ്പി എന്നൊക്കെ 1-ാം പാഠത്തിലും 2-ാം പാഠത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. മഷിക്കുപ്പി, മുക്കുമഷി പേന. ഞാൻ മുക്കുമഷി പേനയും കൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾ പലരും ഈ പഴയ സർക്കാർ ഓഫീസിൽ, താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ഒക്കെ പഴയ കെട്ടിടമാണെങ്കിൽ അവിടെ മേശപ്പുറത്ത് ഈ പേന വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ മുക്കുമഷി പേനയാണ്. തൊട്ടടുത്തൊരു മഷിക്കുപ്പി കാണും. ആ മഷിക്കുപ്പി വയ്ക്കാൻ വേണ്ടി മേശയിൽ ഒരു കുഴി കാണും. പേന വയ്ക്കാൻ വേണ്ടി നീളത്തിലൊരു ഒരു ഗ്രൂ ഉണ്ടാവും, ഒരു കുഴി, നീളത്തിലൊരു കുഴി ഉണ്ടാവും. ഈ മഷി മുക്കി വീണ് കഴിഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടി ബ്ലോട്ടിംഗ് പേപ്പർ ഉണ്ടാവും. ആ ബ്ലോട്ടിംഗ് പേപ്പർ ഒട്ടിച്ചിരിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള ഒരു മരക്കഷ്ണം കാണും. ഇതൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു. ഈ മഷി പേനയുടെ പെൻസിലിന്റെ സ്ഥാനത്ത് പേന വന്നപ്പോ മുക്കുമഷി പേന. മുക്കുമഷി പേന പിന്നെ ഫൗണ്ടൻ പേനയിലേക്ക് മാറുന്നു. അതൊരു വിപ്ലവമാണ്. തലകീഴാറ്റ് പിടിച്ചാൽ മഷി താഴെ വീഴൂല, അത് വെച്ച് എഴുതാൻ പറ്റും. സാധാരണഗതിയിൽ ഓട്ടയുള്ള ഒരു സാധനത്തിലൂടെ തുള്ളി തുള്ളിയായിട്ട് മഷി വീഴേണ്ടതാണ്. പക്ഷെ ഫൗണ്ടൻ പേനയിലൂടെ അത് വീഴൂല. ഫൗണ്ടൻ പേന പോയിട്ടോ 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോട്ട് പെൻ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ എഴുത്തു വിദ്യയിൽ വന്ന വിപ്ലവം, ഉപകരണങ്ങളിൽ വന്ന മാറ്റം, ഈ മാറ്റത്തിന്റെ ഫലം എന്താ? വിജ്ഞാന വ്യാപനമാണ്. എഴുതാൻ കഴിയുന്നവരുടെയും വായിക്കാൻ കഴിയുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നു. വായിക്കാൻ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വാരികകളുടെ എണ്ണം വർദ്ധിച്ചു. വാരികകളിൽ നിന്ന് പുസ്തകങ്ങളിലേക്ക് പോകുന്നു. പുസ്തകങ്ങൾ അച്ചടിക്കാറായി. അങ്ങനെ പുസ്തകങ്ങൾ അച്ചടിക്കാറായപ്പോഴാണല്ലോ പിന്നീട് വർത്തമാന പുസ്തകം, പിന്നെ സുവിശേഷ പുസ്തകങ്ങൾ, പിന്നെ മറ്റ് യാത്രാ വിവരണങ്ങൾ. അവസാനം 1889 ആകുമ്പോഴേക്കും മലയാള നോവൽ, ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ സാമൂഹ്യ വിമർശനത്തിന്, ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട സംഭവമാണെങ്കിൽ പോലും ആ ഉയർന്ന ജാതിക്ക് അകത്ത് നടന്ന ചില വിപ്ലവങ്ങളുടെ, അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നോവൽ വരുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? ചന്തുമേനോന്റെ ബുദ്ധിയിൽ ഉണ്ടായതാണോ, അല്ലെങ്കിൽ മാധവന്റെ ഇന്ദുലേഖന്റെയും മസ്തിഷ്കത്തിൽ കടന്നതാണോ? അല്ല. ഭൗതികമായി ചുറ്റുപാടിലുണ്ടായ മാറ്റം, സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റം. ഈ മാറ്റമാണ് ചട്ടമ്പി സ്വാമിയെയും നാരായണ ഗുരുവിനെയും പൊയ്കയിൽ അപ്പച്ചനെയും അങ്ങനെ 100 ഉണ്ടോന്നിരിക്കാൻ അത്തരത്തിലെ ഡസൻ കണക്കിനുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ സൃഷ്ടിച്ചത്. അയ്യാ വൈകുണ്ഠന് ശേഷം തൊട്ടടുത്ത് പറയാവുന്ന ഒരു പേരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1825 ജനിച്ച് 1872 കൊല്ലപ്പെട്ടയാളാണ്. കായംകുളത്തൂടെ ബോട്ട് സഞ്ചരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തെ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. സ്വന്തമായി കുതിരയെ വാങ്ങിച്ച് സഞ്ചരിച്ചയാള്, ധനാഢ്യൻ, തന്റേടി, വളരെ അഭ്യാസം. അദ്ദേഹം തന്റെ തറവാട്ട് ക്ഷേത്രം മംഗലം ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠാണ്. വേറെ പലയിടത്തൊക്കെ പോയി. അങ്ങനെ ഈ അച്ചിപ്പുടവ എന്ന് പറയുന്ന സാമ്പ്രദായിക വസ്ത്രധാരണ അവകാശത്തെ ചോദ്യം ചെയ്യുന്നു. അച്ചിപ്പുടവ എന്ന് പറയുന്നത് പണ്ട് ഈ പിന്നെ തമ്പുരാക്കന്മാര്, രാജകുടുംബത്തിൽപ്പെട്ടവർ നായ സ്ത്രീകളെ സംബന്ധം ചെയ്യുമായിരുന്നു.
ആ നായർ സ്ത്രീകളെ പറയുന്ന പേരാണ് അച്ചിമാര്. അച്ചിമാരാണ് പിന്നെ തങ്കച്ചിയായത്. തങ്കച്ചിമാരുടെ പുരുഷന്മാരാണ് തമ്പിമാര്. ഈ തമ്പി തങ്കച്ചി എന്നുള്ള പേരൊക്കെ വരുന്നത് ഈ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട നായർ കുടുംബത്തിലെ അങ്ങനെ രാജ കൊട്ടാരവുമായിട്ടോ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട നായർ തറവാടുകളിലെ ആൾക്കാർക്ക് കിട്ടുന്ന പേരാണ് ഈ തങ്കച്ചി എന്ന് പറയുന്നത്. ആ തങ്കച്ചിമാർക്ക് വേണ്ടി ഉടുക്കുന്ന പുളിയിലക്കര നേരിയത് മുണ്ടുണ്ടല്ലോ, പുളിയിലക്കര എന്ന് പറയുന്ന ചെറിയ സ്വർണ്ണക്കരയുള്ള മുണ്ടാണ് പുളിയിലക്കര മുണ്ടെന്ന് പറയുന്നത്. അത് ഉത്പാദിപ്പിക്കുന്ന ഈഴവരാണ്. പക്ഷെ അവർക്കത് ഉടുക്കാൻ പാടില്ല. വസ്ത്രം ഉത്പാദിപ്പിക്കുന്ന ഈ പുളിയിലക്കര അല്ലെങ്കിൽ അച്ചിപ്പുടവ എന്ന് പറയുന്ന ഈ വസ്ത്രം ഉണ്ടാക്കുന്നവർക്ക് ധരിക്കാൻ പാടില്ല. വസ്ത്രധാരണ നിരോധനമുണ്ട്. അത് രാജകുടുംബത്തിലുള്ളവർക്കോ അമ്മച്ചിമാരുടെയോ തങ്കച്ചിമാരുടെയോ കുടുംബത്തിലേ പറ്റുകയുള്ളൂ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അച്ചിപ്പുടവ സമരം ഒരു ഈഴവ സ്ത്രീയെ ഈ വസ്ത്രം ധരിപ്പിച്ച് പിന്നെ പത്തിയൂർ റേലായുടെ നടുവരമ്പിലൂടെ നടത്തി കൊണ്ടുപോയി എതിർക്കാമെന്ന നായന്മാരെ അങ്ങനെ അടിച്ചോട്ടിച്ചു. അതാണ് വസ്ത്രധാരണ കലാപം. അത്തരത്തിൽ സാമൂഹ്യമായി ഇടപെടൽ അദ്ദേഹം നടത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അത് കഴിയുമ്പോഴേക്കും സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റം വരികയാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചട്ടമ്പി സ്വാമിയോ നാരായണ ഗുരുവോ അയ്യങ്കാളിയോ അങ്ങനെയുള്ളവരാരും തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരല്ല, അതിന്റെ ഉൽപ്പന്നവുമല്ല. എന്നാൽ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ, സംഘടനയുണ്ടാക്കിയവർ, സംഘടനയെ നയിച്ചവർ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ആ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരുടെ പൗരബോധം, പ്രബുദ്ധത, എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന പ്രബുദ്ധത, അതൊക്കെയാണ് അവരെ മുന്നോട്ട് നയിച്ച ഘടകം. അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം, പുതിയ മധ്യവർഗത്തിന്റെ ഉദയം, സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ പ്രചോദിപ്പിച്ചത്. അതിൽ സുപ്രധാനമായ ഘടകം ഭൂമി സംബന്ധമായ ഭൂബന്ധങ്ങളിൽ വന്ന മാറ്റം. 1865 പണ്ടാരപ്പാട്ട വിളംബരം. 4-5 കൊല്ലം കഴിയുമ്പോൾ ഈ സ്വകാര്യ ജന്മിമാരുടെ ദേവസ്വം, ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് സർക്കാർ വക ഭൂമി കൈവശം വെച്ചവന് കിട്ടിയ അനുവാദം അല്ലെങ്കിൽ അവകാശമാണ്. പക്ഷെ ദേവസ്വം ബ്രഹ്മസ്വം ഭൂമി കൈവശം വെച്ചവനുണ്ട്. അവിടുത്തെ പാട്ടക്കുടിയാന്മാരെ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് 1871 ജന്മി കുടിയാൻ വിളംബരം. സ്വകാര്യ ജന്മിമാരുടെ ഭൂമി, പറമ്പ് പാട്ടത്തിനടുത്ത് ജീവിക്കുന്നവർക്ക് ഒഴിപ്പിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ പിഴപ്പലിശയാവാം. ഇതിന് സമാനമായ നിയമം കൊച്ചിയിലും വരുന്നു. അപ്പൊ കൊച്ചിയിലും തിരുവിതാംകൂറിലും സമഗ്രമായ ഭൂപരിഷ്കാരം എന്ന് പറയാനാവില്ലെങ്കിലും ഭൂമിയിൽ ഉടമസ്ഥത എന്ന ഒരു സംഗതി കൈവരുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറിനെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നോട്ട് പോയി. മലബാർ നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ്. പക്ഷെ തിരുക്കൊച്ചി പ്രദേശം രാജാക്കന്മാരുടെ ഭരണമാണ്. പക്ഷെ ബ്രിട്ടീഷ് സർക്കാരിന്റെ മദ്രാസ് ഗവൺമെന്റിന്റെ കടിഞ്ഞാൺ ഈ രാജാക്കന്മാരുടെ വായ്ക്കകത്തിട്ടിരിക്കുകയാണ്. അതിങ്ങനെ കുതിരപ്പുറത്തിരുന്ന് പിടിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സ്പൈക്ക് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവർ ഒരു ബൂട്ടിന്റെ അറ്റത്ത് മുള്ളു വെച്ചേക്കാനാണ് സ്പൈക്ക് എന്ന്. അതുകൊണ്ട് പള്ളക്ക് കുത്തി ഓടിച്ചാണ് സ്പീഡ് കൂട്ടിക്കുന്നത്. അധികം സ്പീഡ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടിഞ്ഞാൻ വാക്യകത്തേക്ക് കയറ്റിയിട്ട് ജീരി കയറ്റിയിട്ട് പിടിക്കുന്നത്. അങ്ങനെ കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുകയാണ്. അവരുടെ ശ്രമഫലമായിട്ടാണ് തിരുക്കൊച്ചി പ്രദേശങ്ങളിൽ ഉണ്ടായത്. വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളിൽ അവർ നേരിട്ട് നടപ്പിലാത്ത ഭരണപരിഷ്കാരങ്ങൾ ഈ നാട്ടുരാജാക്കന്മാരെ കൊണ്ട് നടത്തിക്കുന്നു. എന്താ ഉദ്ദേശം? നാട്ടുരാജാക്കന്മാർക്കെതിരെ വേണമെങ്കിൽ ജനങ്ങൾ, തങ്ങളുടെ പ്രജകൾ സമരം ചെയ്തു കൊള്ളട്ടെ. അത്തരത്തിൽ പ്രബുദ്ധത ഉണ്ടായി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിൽ കലാപം ഉണ്ടാവുക, കലാപം ബ്രിട്ടീഷുകാർക്ക് ദോഷകരമായി തീരും എന്നുള്ളത് കൊണ്ട് ആ കലാപത്തെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വ്യാപനം നടത്തിയില്ല. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു താരതമ്യമാണ്. ആ താരതമ്യം എന്ന് പറയുന്നത് തിരുക്കൊച്ചി പ്രദേശത്തെ ഭൂമി കൈവശം, അല്ലെങ്കിൽ ഒരു മധ്യവർഗം വളർന്നു വന്നപ്പോ ഭാഗികമായിട്ടാണെങ്കിലും പ്രാകൃത രൂപത്തിലുള്ള ഒരു ഭൂപരിഷ്കാരം, കാർഷിക ബന്ധ നിയമത്തിൽ മാറ്റം വന്നപ്പോ, ഭൂമിയിൽ ഉടമസ്ഥത കിട്ടിയപ്പോ, ഭൂമിയിൽ നിന്നുള്ള ഭീഷണി ഒഴിഞ്ഞപ്പോ മലബാറിലെ കർഷകരുടെ പ്രശ്നം എന്താ? മലബാറിൽ കുടി ഒഴിപ്പിക്കലാണ്, മേൽചാർത്താണ്, പൊളിച്ചെഴുത്താണ്. അവിടെ കർഷകർക്ക്, പാട്ടക്കുടിയാന്മാർക്ക് യാതൊരു സുരക്ഷയുമില്ല. ജന്മിമാരുടെ പീഡനത്തിന് വിധേയമാവുകയാണ്. ജന്മിയുടെ ഏതെങ്കിലും ഒരു ഭൂമി പാട്ടത്തിനെടുത്ത കർഷകൻ അവിടെ വെട്ടി വെളിവാക്കി കൃഷിക്ക് ഉപയുക്തമാക്കി എടുക്കുമ്പോൾ കൂടുതൽ പാട്ടം കൊടുക്കാമെന്ന് പറയുന്ന പുതുപ്പണക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇയാളെ മാറ്റുന്നു, മേൽചാർത്ത് കൊടുക്കുന്നു. ഇവന്റെ അധ്വാനം വൃഥാവിലാവുന്നു. അവൻ താമസിച്ചത് പിന്നീട് ചെറുകാടിന്റെ നോവലൊക്കെ വായിച്ചാൽ അറിയാം. മണ്ണിന്റെ മാറൽ എന്ന നോവല് വായിച്ചാൽ മനസ്സിലാവും. അത്
20-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെങ്കിലും മലബാറിലെ പ്രത്യേക അവസ്ഥ വെച്ച് എഴുതിയതാണ് കൃഷിക്കാരൻ. അപ്പം ടിപ്പുവിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഭൂപരിഷ്കാരം അട്ടിമറിക്കപ്പെടുകയും ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പുതിയ ഭൂബന്ധങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ അന്ന് മുതൽ മലബാറിലെ കർഷകർ കലാപത്തിലാണ്. ആ കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്തതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. അതിനും കാരണങ്ങൾ വേറെയുണ്ട്. തുടക്കം കുറിക്കുന്നത് വെളിയങ്കോട് ഉമർ ഖാസിയാണ്. ആ വെളിയങ്കോട് ഉമർ ഖാസി എന്ന് പറയാൻ മതപണ്ഡിതനാണ്. മതപണ്ഡിതൻ എന്ന് ഞാൻ പറയുന്നതിൽ അദ്ദേഹം ഖുർആൻ പണ്ഡിതനാണ്. ഖുർആനിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം, അറബി മലയാളം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹമാണ് പറയുന്നത് മതവിദ്യാഭ്യാസം, ഖുർആൻ വിദ്യാഭ്യാസം അറബി ഭാഷയിലൂടെ അല്ല, മലയാളികളെ മലയാളത്തിലൂടെ പഠിപ്പിക്കണം എന്ന്. കാരണം മലബാറിലെ മുസ്ലിങ്ങൾ അറബിക്കാരല്ല, അറേബ്യക്കാരല്ല, മലയാളികളാണ്. അപ്പൊ അവർക്ക് അറബി ദർശനം, ഇസ്ലാമിക ദർശനം, പ്രവാചകന്റെ ദർശനം മനസ്സിലാകണമെങ്കിൽ മലയാളത്തിൽ പഠിപ്പിക്കണം. അറബി ഭാഷയിലുള്ള ആ കീർത്തനങ്ങൾ, ആ വിശേഷങ്ങൾ മലയാള ഭാഷയിൽ പഠിപ്പിച്ചാൽ പാപമാണ് എന്നാണ് മത അന്ധന്മാരായ പുരോഹിതന്മാർ അന്ന് പറഞ്ഞിരുന്നത്. അവിടെയാണ് വെളിയങ്കോട് ഉമർ ഖാസി പറയുകയാണ്, അല്ല, മലയാളത്തിൽ പഠിപ്പിക്കണം. ഒരു ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതിപ്പോയാൽ ഈ ഖുർആൻ വചനങ്ങൾക്ക് ശോഷണം സംഭവിക്കും, പൊടിപൊടിയായിട്ട് താഴെ പോകുന്നതാണ്. അവിടെ ചോക്ക് കൊണ്ട് എഴുതി പഠിക്കാനുള്ള പള്ളിക്കൂടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു. കർഷകരുടെ അന്യായ പിരിവിനെ അദ്ദേഹം കലാപം കൂട്ടുന്നു. 1818 ഓർക്കണം. 1818 അദ്ദേഹം കലാപം കൂട്ടി നികുതി നിഷേധം നടത്തുന്നു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. സർക്കാർ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുപോയി കോഴിക്കോട്ടേക്ക് ഒന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. കോഴിക്കോട്ടാണ് കളക്ടറുടെ ആസ്ഥാനം. കൊണ്ടുപോകാൻ സാധിച്ചില്ല. നാട്ടുകാർ വളയുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ നിർബന്ധം. അതാണ് വെളിയങ്കോട് ഉമർ ഖാസി. അന്ന് തുടങ്ങുന്ന കലാപമാണ് ഈ വെളിയങ്കോട്, അല്ലെങ്കിൽ മറ്റേ മലബാറിലെ തെക്കൻ മലബാറിലെ പിന്നെ ഏറനാട്, വെള്ളുവനാട് താലൂക്കിലെ കർഷകർ. ആ കലാപമാണ് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ വ്യാപകമായ തോതിലുള്ള കലാപമായി മാറുന്നു. മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ കലാപം ഉണ്ടാകുന്നത് അന്വേഷിക്കാനായിട്ട് മലബാറിലെ കളക്ടറായിരുന്ന വില്യം ലോഗനെ സർക്കാർ ചുമതലപ്പെടുത്തുന്നു. അതാണ് ലോഗൻസ് മലബാർ മാനുവൽ. ആ മലബാർ മാനുവലിലൂടെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് മാപ്പിളകളുടെ കലാപമല്ല, ഇത് കർഷക കലാപമാണ്. പക്ഷെ ആ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് പിന്നെ ഗുണകരമല്ലാത്തതുകൊണ്ട് അത് നമസ്കരിച്ചു. ആദ്യകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അതിലെ എല്ലാ കാര്യങ്ങളും വെളിയിൽ വന്നില്ല, കാരണം ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അത് വെറും ഒരു ചരിത്രമല്ല, ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക ചരിത്രവും കൂടി മലബാർ മാനുവലിനകത്തുണ്ട്. മലബാറിൽ നടക്കുന്ന ഈ കലാപം ഒളിച്ചെഴുത്തിനെതിരെ, മേൽച്ചാർത്തിനെതിരെ, ഭൂമിയിൽ ഉടമസ്ഥാവകാശവും ഒഴിപ്പിക്കൽ ഭീഷണിക്കും എതിരെ കലാപം നടത്തുന്ന മലബാറിലെ കർഷകർ അക്കരത്തിൽ ദീനദീനം കേഴുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും പാട്ടക്കുടിയാന്മാരിതാ ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടുന്നു. സ്വകാര്യ ജന്മിമാരുടെ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചിതരാകുന്നു. ജന്മികുടിയാൻ വിളംബരം വഴി തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരു മധ്യവർഗം വളരുന്നു. അവരുടെ താല്പര്യപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നു, വിദ്യാഭ്യാസം വ്യാപിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം വരുന്നു, കാശ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു സമൂഹം വരുന്നു. തിരുവിതാംകൂറിൽ പ്രബുദ്ധതയുണ്ടാകും. മലബാറിൽ ആ പ്രബുദ്ധത ഉണ്ടാകാത്തതിന് കാരണം ഭൂവുടമബന്ധങ്ങളിൽ മാറ്റം വന്നില്ല, പാട്ടക്കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടിയില്ല, ഒഴിപ്പിക്കൽ ഭീഷണി എന്നുള്ള മോചനം കിട്ടിയില്ല, വിദ്യാഭ്യാസ വ്യാപനം ഉണ്ടായില്ല, പാശ്ചാത്യ ആശയങ്ങളുടെ പ്രചാരമുണ്ടായില്ല. പ്രബുദ്ധത നന്നേ വൈകിട്ടാണ് മലബാറിൽ ഉണ്ടായത്. അതുകൊണ്ട് തിരുക്കൊച്ചി പ്രദേശങ്ങളെക്കാൾ വളരെ വൈകിയാണ് മലബാറിൽ പ്രബുദ്ധത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് മേൽക്കൈ നേടിയവർ, ലബ്ധപ്രതിഷ്ഠ നേടിയവർ, പ്രമുഖരായ ആൾക്കാരെല്ലാം തന്നെ തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരുമായി പോയി. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറയാൻ പോകുന്ന പേരുകാരെല്ലാം തന്നെ തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരുമാണ്. അയ്യാ വൈകുണ്ഠൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ചട്ടമ്പി സ്വാമി, നാരായണ ഗുരു, പൊയ്കയിൽ യോഹന്നാൻ, കാവാരികുളം കണ്ടൻ കുമാരൻ, അയ്യങ്കാളി, പിന്നെ വി വേലുക്കുട്ടി അരയൻ, മന്നത്ത് പത്മനാഭൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ അല്ലെങ്കിൽ സമശീർഷനായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, ഇവരെല്ലാം തിരുക്കൊച്ചി പ്രദേശത്തുകാരാണ്. ഇവരിലേറിയ കൂറും വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരുടെ പിന്തുണയോ നേടിയവരാണ്. ഇവർക്ക് തുല്യരായിരുന്നു, സമശീർഷരും സമകാലികരുമായിരുന്നു. വാഗ്ഭടാനന്ദനും ആനന്ദതീർത്ഥനും ഒക്കെ മലബാറിൽ. എന്തേ അവർക്ക് പിന്തുണ കിട്ടാതെ പോയി? അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വരുന്നതിൽ കാലതാമസം ഉണ്ടായി. ആ മധ്യവർഗത്തിന്റെ പിന്തുണ ഇല്ലാത്തത് കൊണ്ട് അവരുടെ പ്രബുദ്ധതയ്ക്ക് ജനങ്ങൾക്കിടയിൽ പ്രചാരം കിട്ടാൻ വൈകി. മറ്റൊന്ന്,
തിരുക്കൊച്ചി പ്രദേശത്തെ കർഷകർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി, അതുകൊണ്ട് മധ്യവർഗമായി വളരാൻ കഴിഞ്ഞു. മലബാറിലെ കർഷകർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടിയില്ല, ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചനം കിട്ടിയില്ല, അതുകൊണ്ട് മധ്യവർഗം ഉണ്ടായില്ല. അതുകൊണ്ട് 20-ാം നൂറ്റാണ്ടിലും അവരുടെ കലാപം ആരംഭിക്കുന്നത് തുടരേണ്ടി വന്നു. അങ്ങനെയാണ് 921 മാപ്പിള കലാപം എന്ന് ബ്രിട്ടീഷുകാരും മലബാർ കർഷക കലാപം എന്ന് മറ്റു പുരോഗമന വിശ്വാസികളും വിളിച്ചു വന്ന ഈ കലാപങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം. ഈ കലാപത്തെ ഒന്നുകൂടെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്, ഒന്നുകൂടെ അപഗ്രഥിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനെ മാപ്പിള കലാപം എന്ന് വിളിച്ചു? ഈ മാപ്പിള കലാപം എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാറിലെ മുസ്ലിങ്ങളുടെ പേരാണ് മാപ്പിളമാണ്. എന്നാൽ മാപ്പിള മലബാറിൽ മാത്രമല്ല ഉള്ളത്. നമ്മൾ ഭാഷാപരമായി നോക്കുമ്പോൾ ഒരു സാമൂഹ്യ രംഗത്തെ അപഗ്രഥിക്കുമ്പോൾ തിരുവിതാംകൂർ പ്രദേശത്ത് മാപ്പിളയുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും KC മാമൻ മാപ്പിളയും ഒക്കെ ഉണ്ടല്ലോ. ഈ മാപ്പിളമാരാരാ? അത് മലബാറിലെ മാപ്പിളയല്ല, മുസ്ലിങ്ങളല്ല. തിരുവിതാംകൂറിലെ മാപ്പിള ക്രിസ്ത്യാനിയാണ്, മലബാറിലെ മാപ്പിള മുസ്ലിമാണ്. മലബാറിലെ മാപ്പിള ബ്രിട്ടീഷുകാരായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ആ നേരിട്ട് ഏറ്റുമുട്ടാൻ കാര്യം എന്താ? അവരുടെ ഭൂപ്രശ്നമാണ്, അവരുടെ ജീവിത പ്രശ്നമാണ്, അവരുടെ സാമ്പത്തിക പ്രശ്നമാണ്. അപ്പൊ അതിനെ മുസ്ലിങ്ങളാണെന്ന പേരിൽ ഉത്തരേന്ത്യയുടെ അല്ലെങ്കിൽ ടിപ്പു മുസ്ലിമാനായതുകൊണ്ട് അദ്ദേഹത്തെ ടിപ്പു സുൽത്താനെ മുസൽമാനായിട്ടാണ് ബ്രിട്ടീഷുകാർ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരെ എതിർത്തുന്ന ഹൈദരാബാദിലെ നൈസാം മുസ്ലിമായതുകൊണ്ട് എതിർത്തുന്നത്. പ്ലാസി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സിറാജ് ദൗള മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായിട്ട് ആണ് കണ്ടത്, അല്ലാതെ ഒരു രാജാവായിട്ടോ നാടുവാഴിയായിട്ടോ കാണുന്നതിന് പകരം അദ്ദേഹത്തെ അവരെയൊക്കെ മതപരമായി കണ്ട് ഒരു വൈരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ബ്രിട്ടീഷുകാരുടെ എഴുത്തുകുത്തുകൾ പോയി. അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, മലബാറിലെ കർഷകർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. മലബാറിലെ പാട്ടക്കുടിയാന്മാരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളും തീയന്മാരും നായന്മാരും വാര്യന്മാരും ഉണ്ടായിരുന്നു. ജന്മിമാരുടെയും ദേവസ്വം ഭൂമിയും കൈവശം വെച്ച് കൃഷി ചെയ്തിരുന്ന ഇവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, നായന്മാരുണ്ടായിരുന്നു, ഈഴവർ തീയന്മാരുണ്ടായിരുന്നു, വാര്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരാരും കലാപത്തിന് പുറപ്പെട്ടില്ല, മുസ്ലിങ്ങൾ മാത്രമേ കലാപത്തിന് പുറപ്പെട്ടുള്ളൂ. എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇത് മുസ്ലിം കലാപമാണ് എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ ഒരു അവസരമുണ്ടായി? മറ്റ് ജാതിക്കാർ കലാപത്തിന് പോകാത്തതുകൊണ്ട്. എന്തുകൊണ്ട് മറ്റ് ജാതിക്കാർ കലാപത്തിന് പോയില്ല? ഇവിടെയാണ് പ്രൊഫസർ KN പണിക്കർ അവതരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി വരുന്നത്. പ്രൊഫസർ KN പണിക്കരുടെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് മലബാർ കലാപത്തെ കുറിച്ചുള്ളത്. എന്റെ പേരാണ് എഗൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. ഭരണകൂടത്തിനും ജന്മിത്വത്തിനും എതിരെ എന്നാണ് മലയാളത്തിന്റെ പരിഭാഷ വന്നിട്ടുണ്ട്. ഭരണകൂടത്തിനും, സ്റ്റേറ്റ് എഗൻസ്റ്റ് ലോർഡ്, ലോർഡ് എന്ന് വെച്ചാൽ ഭൂസ്വാമി, ജന്മി, ജന്മിത്വത്തിനും ഭരണകൂടത്തിനുമെതിരെ മുസ്ലിം കർഷകരുടെ കലാപമാണ്. ഈ കലാപത്തിന്റെ സ്വഭാവം എന്താ? രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇസ്ലാം മതം ഒരു ദർശനം എന്ന നിലയ്ക്ക്, ഒരു സിദ്ധാന്തം എന്ന നിലയ്ക്ക്, ഒരു ഫിലോസഫി എന്ന നിലയ്ക്ക് കലാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, കലാപത്തെ പിന്തുണയ്ക്കുന്നു, കർഷകരുടെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി സഹായത്തിലെത്തുന്നു. നേരത്തെ തിരുവിതാംകൂറിന്റെ കാര്യത്തിൽ ക്രിസ്തുമത ദർശനം എങ്ങനെയാണ് പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയെ ഉച്ചാടനം ചെയ്യുന്നതിന്, ദുർബലപ്പെടുത്തുന്നതിന് ഒരു ദർശനമായി ഭവിച്ചതെന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. തിരുവിതാംകൂറിലെ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്, ചാന്നാർ കലാപത്തിന്റെയൊക്കെ പിന്നിൽ ഒരു ദർശനം ഉണ്ടായിരുന്നു. അത് ആ രണ്ട് ദർശനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടാണ്. പരമ്പരാഗതമായ സ്മൃതിയിലോ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളിലോ അടങ്ങിയിരിക്കുന്ന ദർശനവും എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് പറഞ്ഞ ക്രിസ്തു ദർശനവും തമ്മിലുള്ള സംഘട്ടനം, രണ്ട് ദർശനങ്ങൾ തമ്മിലുള്ള സംഘട്ടനം. അതേപോലെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യുന്ന മുസ്ലിങ്ങൾ ഇസ്ലാം മതത്താൽ പ്രേരിതരാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശ സമരം അല്ലെങ്കിൽ ഭൂമിയിന്മേൽ ഉടമസ്ഥാവകാശം കിട്ടുന്നതിനുള്ള സമരം ജീവന്മര സമരമാണ്. അതിന് അള്ളാഹുവിന്റെ സഹായം കിട്ടണം, അള്ളാഹു അനുഗ്രഹിക്കും. കാരണം എല്ലാ അനീതികൾക്കും എതിരായിട്ടാണ് അല്ലാഹു നിൽക്കുന്നത്, ദൈവം നിൽക്കുന്നത്. ആ കാര്യമാണ് പ്രവാചകൻ. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വയം വാളെടുത്ത് അനീതിക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത്. ഇവിടെ ഭാരതത്തിന്റെ പ്രാചീന സങ്കല്പങ്ങളിൽ, ഇതിഹാസ പുരാണ കഥകളിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ അധർമ്മത്തിനെതിരെ പോരാടാൻ ഭഗവാൻ അവതാരമെടുത്ത് ശത്രു നിഗ്രഹം വരുത്തുന്നത് പോലെ, ദുഷ്ടശക്തികളെ അമർച്ച ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട്
ആ അള്ളാഹുവിന്റെ ദർശനം, സമത്വ ദർശനം വിതരണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോവുകയാണ്, വിശുദ്ധ യുദ്ധം ചെയ്യാൻ പോവുകയാണ്, ജിഹാദിന് പോവുകയാണ് പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും. ആ സിദ്ധാന്തമാണ് മലബാറിലെ കർഷകർ അനീതിക്കെതിരെ പോരാടുന്നതിനായി ഉപയോഗിച്ച ദർശനം. കർഷകരുടെ അവകാശം എന്ന് പറയുന്ന, കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം എന്ന് പറയുന്ന ആ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു അതിനെ അംഗീകരിക്കുന്നു. ആ അനുഗ്രഹത്തെ ഇസ്ലാം ദർശനം സഹായിക്കുന്നു. അപ്പൊ ഇസ്ലാം ദർശനം ഇവിടെ ഒരു സിദ്ധാന്തമായി, ഒരു ദർശനമായി പ്രവർത്തിക്കുന്നു. an ഐഡിയോളജി. ഈ ഐഡിയോളജി മാർസിന്റേതാണ്. മാർസിന്റെ കൂടുതൽ വിശദീകരിച്ചത് ഗ്രാംഷിയാണ്. ഗ്രാംഷിയുടെ തത്വം, ഗ്രാംഷിയുടെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന സിദ്ധാന്തം ഇവിടെ വരികയാണ്. മറ്റൊന്ന്, ഇസ്ലാം മത വിശ്വാസത്താൽ പ്രേരിതരായി കലാപത്തിന് പുറപ്പെടുന്ന ജന്മിക്കെതിരെ കലാപത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മതപുരോഹിതന്റെ ഹാസിയുടെ, ഒരു മൗലവിയുടെ അനുഗ്രഹം വാങ്ങി കലാപത്തിന് പുറപ്പെടുന്ന മുസ്ലിങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇതേ തരം പീഡനത്തിന് വിധേയരാകുന്ന തീയന്മാരും നായന്മാരും ഭാര്യന്മാരും കലാപത്തിന് പോയില്ല? അവിടെ ജാതി ഒരു ദർശനമായി, ജാതി ഒരു ഐഡിയോളജിയായി പ്രവർത്തിക്കുന്നു. എന്താണ് ഐഡിയോളജി? പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയിൽ മേൽ ജാതിക്കാരനെതിരെ ഒരിക്കലും കീഴ് ജാതിക്കാരൻ കലാപം ചെയ്തിട്ടില്ല. സ്മൃതിയോ ശ്രുതിയോ സൂത്രങ്ങളോ നിർവചിക്കുന്ന ആ അകലം പാലിച്ചുകൊണ്ട് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ശൂദ്രന്മാർ പിന്നെ കലാപം ചെയ്യാൻ പാടില്ല, അകലം പാലിക്കണം, അടിക്കണക്കിന് അകലം പാലിക്കണം, 16 അടി വെച്ച് മാറി മാറി നിൽക്കണം. അത് ധർമ്മമാണ്, ധർമ്മശാസ്ത്രമാണ്, സ്മൃതിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്തത് കൊണ്ട് മേൽജാതിക്കാരനായ സവർണ ജാതിക്കാരനായ ബ്രാഹ്മണ ജന്മിമാർക്കെതിരെ, അല്ലെങ്കിൽ ക്ഷത്രിയ ജന്മിമാർക്കെതിരെ, അല്ലെങ്കിൽ നായർ ജന്മിമാർക്കെതിരെ കീഴ്ജാതിക്കാർ കലാപം പതിവില്ല, ശീലമില്ല. അത് ആചാരത്തിനെതിരാണ്. അതുകൊണ്ട് ഇവിടെ കലാപത്തിൽ നിന്നും ഈ മറ്റ് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ പിന്തിരിപ്പിച്ച ഘടകം ജാതിയാണെങ്കിൽ ജന്മിമാർക്കെതിരെ കലാപത്തിന് മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചത് ഇസ്ലാം എന്ന ദർശനം. ജാതി എന്ന ദർശനം, അതിന്റെ സിദ്ധാന്തം, അതൊരാശയം ചില ജാതിക്കാരെ, ചില പാട്ടക്കുടിയാന്മാരെ ജന്മിമാർക്കെതിരെ കലാപം ചെയ്യുന്നതെന്ന് പിന്തിരിപ്പിച്ചുവെങ്കിൽ ഇസ്ലാം എന്ന ദർശനം പാട്ടക്കുടിയാന്മാരെ ജന്മിമാരിൽ നിന്നും അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നുള്ള ദർശനമായി ഭവിച്ചു. ഇവിടെ ഈ 2 കാര്യങ്ങളാണ് പണിക്കർ സാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് എഗൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഈ കലാപമാണ് മാപ്പിള കലാപം എന്ന പേരിൽ ബ്രിട്ടീഷുകാരും പിന്നെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും വ്യാഖ്യാനിച്ചതും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഘടിത കലാപമായ 921 മാപ്പിള കലാപം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസലിയാരും ഒക്കെ ഇപ്പൊ ചർച്ചാ വിഷയമാണല്ലോ. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഗവേഷണ പ്രബന്ധം പകർത്തി എഴുത്താണെന്ന് പറഞ്ഞ് ഇപ്പൊ പരാതി ഉണ്ടായിരിക്കുകയാണ്. അതൊക്കെ ഒരു പ്രത്യേക മനോഭാവത്തിൽ നമ്മുടെ മനുഷ്യരായി കാണാൻ, മാപ്പിള കർഷകരെ, മാപ്പിള കുടിയാന്മാരെ മനുഷ്യരായി കാണാൻ മടി കാണിച്ചിരുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ കിരാതമായ നയത്തിന്റെ, കിരാതമായ മനോഭാവത്തിന്റെ, വീക്ഷണത്തിന്റെ മറ്റൊരു പ്രകടിത രൂപമാണ് ഇപ്പോഴും കാണുന്നതെന്ന്. അതിന്റെ ഹാങ് ഓവർ, അതിന്റെ ഭൂതപ്രേതാദികൾ ഇപ്പോഴും കേരള സമൂഹത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല എന്ന് വേണം നമ്മൾക്ക് കാണാൻ. വൈജ്ഞാനികമായ വ്യാപനം സംഭവിക്കുമ്പോൾ തന്നെ ജാതീയവും മതപരവുമായ ദർശനങ്ങൾ നമ്മെ, അല്ലെങ്കിൽ പലരെയും, അവരുടെ ശരിയായ ബോധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ശരിയായ ബോധം കിട്ടുന്നില്ല, ശരിയായ കാഴ്ച കിട്ടുന്നില്ല, കണ്ണടകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന് പറയേണ്ടതായി വരും. ഇപ്പൊ 19-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിരുന്നാലും വിദ്യാഭ്യാസ വ്യാപനം ആയിരുന്നാലും മലബാറും തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ തമ്മിലൊരു വൈജാത്യം ഉണ്ടാകാൻ ഒരു താരതമ്യം വരുന്നത് ഈ ഘട്ടത്തിലാണ്. തിരുക്കൊച്ചി പ്രദേശത്തെ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റം ഒരു മധ്യവർഗത്തിന്റെ ഉദയത്തിന് കാരണമായി. മറുവശത്താകട്ടെ അങ്ങനെ ഒരു മധ്യവർഗം വന്നില്ല. അതുകൊണ്ട് അവിടെ പുരോഗതി, വിദ്യാഭ്യാസ വ്യാപനമൊക്കെ വൈകിയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ വ്യാപനം ഉണ്ടായതിനാൽ തിരുക്കൊച്ചി പ്രദേശം കൂടുതൽ പ്രബുദ്ധതയിലേക്ക് വളരുകയും ചെയ്തു. സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണവും പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ നേരിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവുകയാണ്. ക്ഷേത്ര പ്രവേശന വിളംബരം അത് നാളെ. അതിനിടയ്ക്ക് ഈ ക്ഷേത്രപ്രവേശന വിളംബരവും ഞാനിപ്പോ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. കഴിയുമെങ്കിൽ ആ ഗ്യാപ്പും കൂടെ നാളെ ഫില്ല് ചെയ്തുകൊണ്ട് ഒരു ഇടവേളയും കൂടെ തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാം. എന്തായാലും
ഇത്രയും നേരം ക്ഷമാപൂർവ്വം കേട്ടിരുന്നതിനുള്ള ഒരു നന്ദിയൊന്നും ഞാൻ പറയുന്നില്ല, സന്തോഷം അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.